അതുകൊണ്ടായിരിക്കും ആളില്ലാത്തത്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല സർ, കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ കാണാൻ പറ്റുമോ? ഷെയർ ആയിട്ടില്ല. മാറിയിട്ടുണ്ടോ? ഇല്ല സർ, ഷെയർ ആയിട്ടില്ല. ഓക്കെ, ഓക്കെ ആണോ? ആയിട്ടില്ല സർ, ഷെയർ ആയിട്ടില്ല. ഷെയർ ആയിട്ടില്ല. ഇല്ല. ഇപ്പൊ കാണാമല്ലോ? ഇപ്പൊ കാണാമല്ലോ? വരുന്നുണ്ട്. ഓക്കെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ നിർത്തിയിരുന്നത് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പറേഷന്റെ എങ്ങനെയാണ് ഒരു വർക്കുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള അതായിരുന്നു. അപ്പോൾ നമ്മൾ ആ നിർത്തിയിരുന്നിടത്തു നിന്നാണ് ഇപ്പൊ തുടങ്ങുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു 4 അപ്പൻഡിക്സ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ഫയലിലെ വരുന്ന 4 വർക്കുകളെ നമ്മൾ സെലക്ട് ചെയ്ത് 4 വർക്കുകളെ പ്രിപ്പയർ ചെയ്തേക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഓരോ വർക്കിലും എങ്ങനെ മെഷർമെന്റ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിനി പ്രധാനമായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു അപ്പൻഡിക്സ് എടുക്കുന്നു, സപ്ലൈ ലേയിങ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് ഇൻ നെടുമുടി പഞ്ചായത്ത്. സോ അത് വന്നു. അപ്പൊ നമുക്കിത് ഇവിടെ അടുത്ത ഒരെണ്ണം വന്നു. ഇനി അതിനകത്ത് അപ്പൊ അത് സെലക്ട് ചെയ്തപ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള പാനലിൽ ആ പർട്ടിക്കുലർ വർക്കിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അവിടെ ഇതിനകത്ത് ഒരു പ്ലസും അതിനോട് ചേർന്ന ഒരു ആരോയും ഉണ്ട്. അവിടെ നമുക്ക് DPR എന്നുള്ള ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ തൊട്ട് താഴെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് വർക്ക് ആക്ടിവിറ്റി. ഡിലീറ്റ് വർക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വർക്ക് ആക്ടിവിറ്റി നമുക്ക് ഈ വർക്കിനകത്ത് നമ്മൾ ഈ എടുത്ത ഫയലിനകത്ത് ഈ വർക്ക് വേണ്ട എങ്കിൽ നമുക്ക് ആ ആക്ടിവിറ്റിയെ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ DPR ചൂസ് ചെയ്തു. അപ്പോൾ DPR ചൂസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് പുതിയൊരു വിൻഡോയിലോട്ടാണ് നമ്മളിപ്പോൾ പോയത്. അതിനകത്ത് ലെഫ്റ്റ് പാനലിൽ നമ്മുടെ വർക്കിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് മൊത്തം ഈ റൈറ്റ് പാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ദെൻ ഇവിടെ ലെഫ്റ്റ് പാനലിൽ കുറെ കാര്യങ്ങൾ പറയുന്നു. നോൺ ടെംപ്ലേറ്റ്, ജനറൽ, ആട്രിബ്യൂട്ട്സ്, അറ്റാച്ച്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നു. ഇവിടെ നമ്മൾ ഒരു ടെംപ്ലേറ്റ് എടുത്തല്ല ചെയ്യുന്നത്. ഒരു ടെംപ്ലേറ്റ് എടുത്താണെന്നുണ്ടെങ്കിൽ ടെംപ്ലേറ്റ് ആണ് ചൂസ് ചെയ്തതെങ്കിൽ ഇവിടെ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നേനെ. അപ്പൊ നമ്മൾ ഒരു ഫ്രഷ് ആയിട്ട് നമ്മളൊരു വർക്കിന്റെ ഒരു എസ്റ്റിമേറ്റ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നുള്ളത് കൊണ്ട് തന്നെ ജനറൽ നമ്മൾ ചൂസ് ചെയ്തു. അപ്പൊ അതിനകത്ത് കാര്യങ്ങൾ മൊത്തം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ആട്രിബ്യൂട്ട്സ്. ഈ ആട്രിബ്യൂട്ട്സ് എന്നുള്ളതിനകത്ത് ഒരു വർക്കിനെ സംബന്ധിച്ച കാര്യങ്ങൾ. ബേസിക്കലി നമ്മൾ ഈ ഒരു വർക്ക് പ്രൈസ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു ജോലി മാത്രമല്ല. ഒരു വർക്ക് സംബന്ധിച്ചിടത്തോളം പ്രൈസ് 3 ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ ഒരു വർക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഒറിജിനേറ്റ് ചെയ്ത് അതിന്റെ എസ്റ്റിമേഷൻ നടത്തി അതിന് TS കൊടുത്ത് അതിനെ ടെൻഡർ ചെയ്ത് അത് എഗ്രിമെന്റ് വെച്ച് വർക്കായി അത് കഴിഞ്ഞിട്ട് അതിന്റെ മെഷർമെന്റ് എൻട്രി ചെയ്ത് റെക്കോർഡ് ചെയ്ത് ചെക്ക് മെഷർമെന്റ് നടത്തി വെരിഫിക്കേഷൻ നടത്തി അതിന്റെ ഓഡിറ്റ് നടത്തി അത് ബില്ല് പേ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ മൊത്തം ഈ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഓഫീസ് ഫയലിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണോ, ആ ഒരു വർക്കിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണോ ഒരു ഓഫീസ് ഫയലിൽ വേണ്ടത് അത് മൊത്തം ഇതേപോലെ പ്രൈസ് ഫയലിലും വേണം. ഡ്യൂറേഷൻ ഓഫ് വർക്ക്. ഇത് ഡ്യൂറേഷൻ ഓഫ് വർക്ക് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം, ഈ ഡ്യൂറേഷൻ ആണ് ഈ വർക്കിന്റെ TSലോട്ടൊക്കെ പോകുമ്പോൾ ഈ ഡ്യൂറേഷൻ ആണ് പോകാൻ പോകുന്നത്. നമ്മളൊരു വർക്കിന്റെ ക്വാണ്ടം എത്ര നാൾ കൊണ്ട് തീർക്കണം, എത്ര സമയം എടുക്കും തീരാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യേണ്ടത് ആ വർക്ക് ആരാണ്? ആ വർക്കിന്റെ എസ്റ്റിമേറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്ന ആളാണ്. ആ വർക്കിന്റെ എസ്റ്റിമേറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്ന ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ. അപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് തീരുമാനിക്കുന്നത് ഈ വർക്കിന് എത്ര സമയം കൊടുക്കണം.
നാളെ അതിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൊടുത്തേക്കുന്ന സമയം കൂടുതലാണെങ്കിൽ അത് ടെൻഡർ ചെയ്യുമ്പോൾ ആ വർക്കിന്റെ സമയം അവിടെ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് നോക്കാം. ഇനി കുറവാണെങ്കിൽ അവിടെ കൂട്ടുന്നതിന് വേണ്ടി നോക്കാം. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഹയർ ലെവലിലോട്ട് പോകുമ്പം ഒരുപക്ഷെ പലയിടത്തും ഇത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു OHSR നിർമ്മാണത്തിന് നമുക്ക് മിനിമം ടൈം വേണം. അത് തന്നെ എങ്ങനെ അതിന്റെ ഫൗണ്ടേഷൻ അനുസരിച്ചിരിക്കും. ഇപ്പോൾ വളരെ ഡീപ്പ് ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ ഒക്കെ പോകുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഫൗണ്ടേഷന്റെ ടെസ്റ്റ് പൈൽ അടിച്ച് അതിന്റെ ടെസ്റ്റ് പൈലിന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് വർക്കിംഗ് പൈൽ ചെയ്ത് അത് സേഫായിട്ട് ലോഡ് ചെയ്ത് അതിന്റെ റുട്ടീൻ ടെസ്റ്റ് നടത്തി ആ വർക്ക് തീർന്നു വരുമ്പോഴേക്കും നോർമലി ന്യായമായിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 12 മാസം, ഏറ്റവും കുറഞ്ഞത് ഒരു 12 മാസം കൊണ്ട് ഒരു പക്ഷേ തീർന്നൊന്നുമില്ല, 12 മാസം നമുക്കത് വേണ്ടി വരും. അങ്ങനെ ഒരു സ്ഥാനത്ത് നമ്മൾ ഇതിന്റെ വർക്കിന്റെ നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു സ്പീഡിൽ എപ്പോഴും നമ്മൾ സ്പീഡാവുന്നതല്ല, ഒരുപക്ഷെ നമ്മളുടെ മേൽ ആ ഒരു പ്രഷർ ഉണ്ടാവുന്നതായിരിക്കാം. ഇന്ന് പറഞ്ഞ് നാളെ എസ്റ്റിമേറ്റ് തരണം എന്ന് പറയുമ്പോൾ നമ്മൾ ന്യായമായിട്ടും ഇവിടെ എന്തെങ്കിലുമൊക്കെ വാല്യൂ കൊടുത്തു പോകും. ഇത് അവസാനം ഇപ്പോഴത്തെ കേസ്, മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പ്രോബ്ലം ഉണ്ടാവില്ല. കാര്യം നമ്മളുടെ എഗ്രിമെന്റ് വരുമ്പോൾ എഗ്രിമെന്റിനകത്ത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരിക. പക്ഷേ ഈ പ്രൈസ് 3 വെച്ച് വരുമ്പോൾ ഇതിന്റെ TS അപ്രൂവ് ചെയ്യുമ്പോൾ TSന്റെ സ്ലിപ്പിനകത്ത് പ്രത്യേകമായിട്ട് പറയും എത്ര നാളാണ് ഈ വർക്കിന്റെ ഡ്യൂറേഷൻ കൊടുത്തേക്കുന്നതെന്ന്. അവിടെ ചിലപ്പോൾ ഇത് 6 മാസം എന്ന് പറഞ്ഞ് എഴുതി ആയിരിക്കും വരിക. ഇത് പിന്നെ ഹയർ ഓഫീസിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല എങ്കിൽ അത് വെച്ചിട്ട് തന്നെ ആയിരിക്കും എഗ്രിമെന്റിലോട്ട് പോവുക. അപ്പോൾ എപ്പോഴായാലും നമ്മൾ ആ വർക്ക് ഒറിജിനേറ്റ് ചെയ്യുന്ന ആൾ തന്നെ അതിന്റെ വർക്കിന് എത്ര സമയം വേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു അടിസ്ഥാനപരമായിട്ടൊരു ആലോചനയിൽ കൂടി അത് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഒരു ടോട്ടലായിട്ടൊരു വർക്കില് എത്രയാണ് വേണ്ടുന്നത്? ഇതിപ്പോ ഒരു വർഷം നമുക്ക് കൊടുക്കാം. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് റോഡുകളുടെ അവസ്ഥയും അവിടുത്തെ വാട്ടർ ടേബിളും അവിടുത്തെ വർക്ക് ചെയ്യുന്നതിനുള്ള സാഹചര്യവും ഒക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു ടൈം കൊടുത്തു, 1 ഇയർ കൊടുത്തു. അല്ലെങ്കിൽ ഇത് ഡിപ്പെൻസ്, വർക്കിന്റെ ക്വാണ്ടം അനുസരിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ കൊടുക്കുന്ന ടൈം വെച്ചിട്ടാണ് വർക്ക് മുന്നോട്ട് പോകുള്ളൂ. ദെൻ GST, നോർമലി നമുക്കറിയാം GST ഇപ്പൊ നമ്മുടെ വർക്കുകളുടെ GST ഒക്കെ 18%. ഇനി സപ്പോസ് അവിടെ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ GST ഇല്ലാത്ത ഒരു വർക്കായിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ 0% ഉണ്ട്, 12% ഉണ്ട്. ഇനി സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണെങ്കിൽ അവിടെ എക്സംഷൻസ് ഉണ്ട്. അത് ഡിപ്പെൻസ് ഓൺ അവിടുത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് GST ചൂസ് ചെയ്യാം. നമ്മളിപ്പോ നോർമലി ഉള്ള 18% തന്നെ ചൂസ് ചെയ്തു. ദെൻ വർക്കിന്റെ ടൈപ്പ്. ഈ വർക്കിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് എമർജൻസി വർക്കാണോ, VIP കാറ്റഗറിയിലുള്ള വർക്കാണോ, VVIP കാറ്റഗറിയിലുള്ള വർക്കാണോ എന്നുള്ളത് വെച്ചിട്ടാണ് വർക്കിന്റെ ഈ ഒരു ടൈപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇത് നോർമലി നമ്മൾക്ക് ഇതൊരു പക്ഷേ വലിയ കാര്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ PWDയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയുള്ള VIP വിസിറ്റ്, ഇപ്പൊ രാഷ്ട്രപതിയുടെ വിസിറ്റ് ഉണ്ടാവുന്നു, ഉപരാഷ്ട്രപതിയുടെ വിസിറ്റ് ഉണ്ടാവുന്നു, പ്രധാനമന്ത്രിയുടെ വിസിറ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ഒരു വർക്ക് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലാണെങ്കിൽ അവിടെ അർജന്റ് വർക്കായിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ ആ ഒരു ഫ്ലോ തന്നെ എൻ്റെ ഡിഫറെന്റ് ആയിരിക്കാം. ഇതേണ്ടോ മിനിസ്റ്റേഴ്സ് ക്വാർട്ടേഴ്സ് ഈ നാച്ചുറൽ കലാമിറ്റി ആണെന്നുണ്ടെങ്കിൽ എമർജൻസി വർക്ക് നമുക്കുണ്ട്, ലീക്ക് റെക്ടിഫിക്കേഷൻ, എമർജൻസി വർക്ക്, സിവറേജ്, ഇതൊക്കെ നമുക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. അല്ലാതുള്ള എല്ലാ വർക്കുകളും നമ്മൾ നോർമലി എന്തായിട്ട് ചൂസ് ചെയ്യാം? നോർമൽ വർക്ക്സ് ആയിട്ട് ചൂസ് ചെയ്യാം. ഇനി ടെൻഡർ ടൈപ്പ്, ഇത് നമ്മൾ ആദ്യം ചൂസ് ചെയ്തത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ടതാണ്. ഇപ്പോ ഒരു വർക്ക് ഓപ്പൺ ടെൻഡറിൽ പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് ടെൻഡറായിട്ട് തന്നെ ചൂസ് ചെയ്യണം. അടുത്ത ആ വർക്ക് തന്നെ ഒരു ലിമിറ്റഡ് ടെൻഡർ ആണെങ്കിൽ, എന്താണ് ലിമിറ്റഡ് ടെൻഡർ എന്ന് പറഞ്ഞാൽ? ചില സ്പെസിഫിക് ആയിട്ട് നമ്മൾ പ്രീ ക്വാളിഫൈ ചെയ്തേക്കുന്ന കരാറുകാരെ മാത്രമേ ഈ ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തുള്ളൂ. സപ്പോസ് ഫോർ എ ലീഗ് മെയിൻ്റനൻസ് വർക്ക് ഒരു കോർപ്പറേഷനിൽ, കൊച്ചി കോർപ്പറേഷനിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്പൺ ടെൻഡർ വിളിക്കാൻ പറ്റത്തില്ല. ഒരു പ്രത്യേക ഓർഡർ ഉണ്ടാക്കി നമ്മൾ ആ വർക്ക് ലിമിറ്റഡ് ടെൻഡർ ആയിട്ട് വിളിക്കാൻ തീരുമാനിച്ചാൽ ഇത് നമുക്ക് ലിമിറ്റഡ് ടെൻഡർ ആയിട്ട് കൊടുക്കാം. ഇനി കൊട്ടേഷനായിട്ട് അറേഞ്ച് ചെയ്യാൻ കൊട്ടേഷനായിട്ട് കൊടുക്കാം. ഇനി അതല്ല റണ്ണിങ് കോൺട്രാക്ട് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ബെനിഫിഷ്യറി കമ്മിറ്റിയുടേതാണെങ്കിൽ ആ രീതിയിൽ. അപ്പോൾ ഇവിടെയും നമ്മൾ ചൂസ് ചെയ്യുക നോർമലായിട്ടുള്ള നമ്മുടെ എല്ലാ വർക്കുകളും ഓപ്പൺ ടെൻഡർ ആയതുകൊണ്ട് ടെൻഡർ എന്ന് തന്നെ ചൂസ് ചെയ്യും. ദെൻ കോസ്റ്റ് ഇൻഡെക്സ്. കോസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഏത് ജില്ലയാണെന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന വർക്ക് എവിടെയാണെന്ന് നമുക്ക് തന്നെ അറിയാം. സോ ഞാനിപ്പോൾ ഇത് ആലപ്പി എന്ന് തന്നെ ചൂസ് ചെയ്തു. ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ, തൽക്കാലം ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ഒന്നും ഇപ്പോൾ ഇല്ല. മുൻപ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ഉണ്ടായിരുന്നു, സിമെന്റും സ്റ്റീലും ഒക്കെ ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലാ സപ്ലൈയും കോൺട്രാക്ടേഴ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. ദെൻ LMR പ്ലേസ്.
ഇത് നമ്മളുടെ ഓരോ സ്ഥലം അനുസരിച്ച് ഓരോ ജില്ലകളിലും ഗവൺമെന്റ് LMR പ്ലേസുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ LMR പ്ലേസ് ഏതാണെന്ന് കറക്റ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. കാര്യം അവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തിയാൽ വരുന്നത് ഇതിന്റെ LMRൽ കമ്പാരിസൺ എടുക്കുമ്പോൾ അതിൽ മിസ്മാച്ച് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന LMR നമുക്ക് ഓപ്റ്റിമലായിട്ട് പറ്റുന്ന സ്ഥലം തന്നെയാണോ എന്ന് നമ്മൾ നോക്കി അത് ചൂസ് ചെയ്യണം. ഞാൻ ഇതിനകത്ത് ഈ പർട്ടിക്കുലർ പഞ്ചായത്തിന് ഓപ്റ്റിമൽ ആയിട്ടുള്ള LMR താലൂക്ക് ചൂസ് ചെയ്തു. ചെക്ക് ലിസ്റ്റ് ടൈപ്പ്, ഇതിപ്പോ അത് ആക്റ്റീവ് ഒന്നുമല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം അതിനകത്ത് കൊടുത്തു. അപ്പൊ ഇതിന്റെ തന്നെ മുകളിലേക്ക് നോക്കൂ, ഇത് ജനറൽ ഡീറ്റെയിൽസേ ആയിട്ടുള്ളൂ. തൊട്ടപ്പുറത്ത് കോൺസ്റ്റിറ്റ്യുവൻസി ഡീറ്റെയിൽസ്, ഇത് ജനറൽ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്തു? സേവ് ചെയ്തു. ജനറൽ ഡീറ്റെയിൽസ് സേവ് ചെയ്തു. സേവ് ചെയ്താൽ മാത്രമേ അത് സേവ്ഡ് ആയി കിടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് സേവ് ചെയ്യാതെ അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ബ്ലാങ്ക് ആയി പോകും. ദെൻ കോൺസ്റ്റിറ്റ്യുവൻസി ഡീറ്റെയിൽസ് നമുക്കറിയാവുന്നത് തന്നെയാണ്. ഇത് ഏത് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്നു, അപ്പൊ ഏത് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുന്നു. ഈ പർട്ടിക്കുലർ ലൊക്കേഷൻ വരുന്നത് മാവേലിക്കര പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി ആണ്. ദെൻ ഡിഫോൾട്ട് ആയിട്ട് തന്നെ മാവേലിക്കര പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി അവിടെ വരും, കുട്ടനാട്. ഇനി സപ്പോസ് ഒരു വർക്ക് ഒന്നിൽ കൂടുതൽ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലോ ഒന്നിൽ കൂടുതൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലോ വരുന്നതാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? തൊട്ട് സൈഡിൽ തന്നെ പച്ച കളറിൽ ഒരു പ്ലസ് കൊടുത്തിട്ടുണ്ട്, അവിടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി അഥവാ നമ്മൾ എൻ്റർ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെയുണ്ട്. ഇപ്പോ ഒന്നിൽ കൂടുതൽ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിൽ നമുക്ക് ഒരു പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കോളം വന്നു. ഇവിടെ നമുക്ക് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി, സെയിം പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഇനി അതല്ല ഡിഫറെന്റ് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് പോകുന്നതാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു അവസ്ഥ അല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഇത് ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഒരു പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയും ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയേ ഉള്ളൂ. സോ അതിനെയും സേവ് ചെയ്തു. ദെൻ ലൊക്കേഷൻ ഡീറ്റെയിൽസ്, ഏത് ജില്ലയാണ് ചൂസ് ചെയ്തു. താലൂക്ക്, ആ ജില്ലയിൽ ഈ പർട്ടിക്കുലർ വർക്ക് വരുന്ന താലൂക്ക് ഏതാണ് അത് ചൂസ് ചെയ്തു. ഇനി ഇവിടെയും ഒരു ഉണ്ടല്ലോ, തൊട്ടപ്പുറത്ത് ഒരു പ്ലസ് സൈൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഡിലീറ്റ് സൈൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പർട്ടിക്കുലർ വർക്ക് ഒന്നിൽ കൂടുതൽ ജില്ലകളിലോ ഒന്നിൽ കൂടുതൽ താലൂക്കുകളിലോ ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യമാണ്, നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നിയേക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രൈസ് 3 എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം പ്രധാനമായിട്ടും പേപ്പർലെസ് ആയിട്ട് നമ്മുടെ വർക്കുകളെ മോണിറ്റർ ചെയ്ത് ഒരു വർക്കിനെ എങ്ങനെ തുടങ്ങി എങ്ങനെ കംപ്ലീഷൻ ആക്കി തീർക്കാം, പൂർത്തീകരിച്ചെടുക്കാം എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വർക്ക് സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോ വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചാണെങ്കിൽ ഇത് പ്രൈസ് 3 നമ്മൾ എന്തിലേക്ക് പോകുന്നില്ല, നമ്മൾ പേയ്മെന്റിന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഓഫീസുകൾ ട്രഷറിയിലേക്ക് പോകുന്നില്ല. അതേസമയം മറ്റിതര സർക്കാർ വകുപ്പുകളാണെങ്കിൽ ഈ പ്രൈസ് 3യിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന മെമ്മോറാണ്ടം ഓഫ് പേയ്മെന്റ് MOP അത് യൂസ് ചെയ്തിട്ടാണ് അതാണ് എങ്ങോട്ടേക്ക് പോവുക, ട്രഷറിയിലേക്ക് പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെയും പക്കായിരിക്കണം. അല്ലെങ്കിൽ അവസാനം ഇതെല്ലാം ചെയ്തു വന്നിട്ട് ബില്ലാകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ആദ്യത്തെ ചെറിയ മിസ്റ്റേക്കുകളുടെ പേരിൽ കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് വളരെ ശ്രദ്ധയായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ആദ്യമുള്ള കാര്യങ്ങൾ. സോ അത് നമ്മൾ സേവ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങൾ സേവ് ചെയ്തു. അടുത്തത് തൊട്ടടുത്ത് അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ വർക്കിനെ സംബന്ധിച്ച് എന്തൊക്കെ അറ്റാച്ച്മെന്റ്സ് ഉണ്ടോ ആ അറ്റാച്ച്മെന്റുകളൊക്കെ നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ തൊട്ടിപ്പുറത്തൊരു ജം ക്ലിപ്പിന്റെ പടം കൊടുത്തിട്ടുള്ളത്, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തിനെ അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യേണ്ടി വരുമ്പോൾ ചോദിക്കുന്നു എന്താണ് അറ്റാച്ച് ചെയ്യേണ്ടത്. കുറെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ലെറ്റർ, റിപ്പോർട്ട്, ഡ്രോയിങ്, ക്വാളിറ്റി കൺട്രോൾ, സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, മിനിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, റോഡ് അലൈൻമെന്റ് ഡ്രോയിങ്, ബാർ ചാർട്ട്, റിവൈസ് ഡേയ്സ്. പക്ഷെ ഇതൊക്കെ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ കറസ്പോണ്ടൻസിൽ ഉണ്ടെങ്കിലേ നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാല്, ഒരു ഫയലിൽ നമ്മൾ എന്തൊക്കെ നമ്മുടെ സാധാരണ ഓഫീസ് ഫയലിൽ കറസ്പോണ്ടൻസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നോ അതൊക്കെ തന്നെയും ഇവിടെയും വരണം. അപ്പൊ അതെവിടെയാണ് ആഡ് ചെയ്യുക? അതിന് വേണ്ടിയിട്ടാണ് കണ്ടോ, ഞാൻ ഇവിടെ ഒരു ആരോ
ചില കാര്യങ്ങൾ വളരെ ചെറുതായിട്ടേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അവിടെയാണ് ഒത്തിരി കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് ബാറിൽ ഒരു വൈറ്റ് കളർ ആരോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ വന്നു. നോട്ട്സ് വന്നു, തൊട്ട് താഴെ കറസ്പോണ്ടൻസ് വന്നു, വർക്കിന്റെ സ്റ്റാറ്റസ് വന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ വർക്കുകളാണുള്ളതെന്നൊക്കെ ഇതിനകത്ത് വന്നു. അപ്പൊ ഇതിനകത്ത് നോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വർക്കുമായിട്ട് സംബന്ധിച്ച വർക്ക് ഫയലിൽ ഈ വർക്കിലകത്ത് എന്തൊക്കെ നോട്ട് വേണോ ആ നോട്ടുകളൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. ഈ തൊട്ട് താഴെ കറസ്പോണ്ടൻസ് എന്നൊരു സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫയലിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എവിടെ അറ്റാച്ച് ചെയ്യണം? കറസ്പോണ്ടൻസിൽ അറ്റാച്ച് ചെയ്യണം. കറസ്പോണ്ടൻസിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് വർക്ക് ഫയലിനകത്തോട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഈ കറസ്പോണ്ടൻസിലും കണ്ടല്ലോ, ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മളൊരു AS നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ AS വെച്ചിട്ടാണ് നമ്മൾ വർക്കിനെ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പടം ഉള്ളതുണ്ട്, അവിടെ ഒരു ജെം ക്ലിപ്പിന്റെ പടമുണ്ട്. അവിടെ കറസ്പോണ്ടൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടൻസിന്റെ നേച്ചർ നമുക്ക് ചോദിക്കാം. അതെന്താണ്? ഒരു ലെറ്റർ ആണ്, അല്ലെങ്കിൽ കറസ്പോണ്ടൻസിന്റെ ഒരു സോയിൽ ഇൻവെസ്റ്റിഗേഷൻ പൈപ്പ് ലൈനിങ് ആകുമ്പോൾ നമുക്ക് സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് നമുക്ക് ചേർക്കാം. എന്ത്? ട്രയൽ പിറ്റ് ഡീറ്റെയിൽസ്. ഇപ്പോഴത്തെ വർക്കുകളിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നം വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ ട്രയൽ പിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. എന്താണ് ട്രയൽ പിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു വർക്കിന്റെ എസ്റ്റിമേറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പോൾ ഒരു ടാങ്കിന്റെ നിർമ്മാണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കണം. മണ്ണിന്റെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മാത്രമേ അതിന് ഏത് ഫൗണ്ടേഷൻ വേണമെന്നും, അല്ലെങ്കിൽ അത് ഫൗണ്ടേഷന്റെ ഡെപ്ത് എത്രയാണെന്നും, അല്ലെങ്കിൽ അവിടുത്തെ സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നും മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പൈപ്പ് ലൈനിങ് വർക്കിൽ ട്രയൽ പിറ്റ് ഡീറ്റെയിൽസ്. ഈ ട്രയൽ പിറ്റ് എടുത്ത ശേഷം അതിലെ സോയിൽ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഇതിനെ എക്സ്കവേഷന്റെ എസ്റ്റിമേഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതായത് ഓൾ കൈൻഡ്സ് ഓഫ് സോയിൽ, എല്ലാ സോയിൽ ക്ലാസിഫിക്കേഷനിലും എത്ര ഡെപ്തിലുണ്ട്, ഓർഡിനറി റോക്ക് എത്ര ഡെപ്തിലുണ്ട്, മീഡിയം റോക്ക് എത്ര ഡെപ്തിലുണ്ട്, ഹാർഡ് റോക്ക് തന്നെ വിത്തൗട്ട് ബ്ലാസ്റ്റിങ്ങും വിത്ത് ബ്ലാസ്റ്റിങ്ങും എത്ര ഡെപ്തിലുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രയൽ പിറ്റ് ഡീറ്റെയിൽസ്. ഇതിപ്പോ ഇതിനൊരു പ്രാധാന്യം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ടെൻഡറുകളെല്ലാം ഐറ്റം റേറ്റ് ആണ്. ഐറ്റം റേറ്റ് ടെൻഡർ ആയതുകൊണ്ട് തന്നെ ഓരോ ഐറ്റത്തിനും ഉള്ള ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ പ്രൈസ് വഴിയാകുമ്പോൾ അത് എപ്പോഴും എന്തിലേക്ക് പോകേണ്ടി വരുന്നു? റിവൈസ്ഡ് എസ്റ്റിമേറ്റിലേക്ക് പോകേണ്ടി വരുന്നു. അപ്പൊ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ ആ പൈസ കോൺട്രാക്ടർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടി വരുമ്പോ ഇതേ പ്രശ്നം അവിടെ വരും. ഓൾ കൈൻഡ്സ് ഓഫ് സോയിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഡെപ്തിൽ, 1 മീറ്റർ ഡെപ്തിലാണ് പൈപ്പ് സ്ഥാപിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു? സാധാരണ പോലെ ഓൾ കൈൻഡ്സ് ഓഫ് സോയിൽ ഒരു 80 അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ഓൾ കൈൻഡ്സ് ഓഫ് സോയിൽ നമ്മളും കൊടുത്തു. ട്രെഞ്ച് എടുത്ത് എക്സ്കവേഷൻ നടന്നുപോയി വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഓൾ കൈൻഡ്സ് ഓഫ് സോയിൽ ഒരു 80 സെന്റിമീറ്റർ ഡെപ്തിലേ ഉള്ളൂ. അതിന് താഴോട്ട് എന്താണ്? ഓർഡിനറി റോക്ക് ആണ്, ലാറ്ററൈറ്റ് ആണ്. കോൺട്രാക്ടർ പറയുന്നു എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ഓൾ കൈൻഡ്സ് ഓഫ് സോയിലിന്റെ കാശേ നിങ്ങൾ തരുന്നുള്ളൂ, എനിക്ക് ഓർഡിനറി റോക്കിന്റെ കാശ് തരണം, പൈസ തന്നേ പറ്റൂ. അങ്ങനെ ഒരു ഐറ്റം ഇല്ല. അപ്പൊ നമുക്ക് അവിടെ എന്ത് വേണ്ടി വരുന്നു? എക്സ്ട്രാ ഐറ്റം വേണ്ടി. അപ്പൊ ഈ എക്സ്ട്രാ ഐറ്റം വേണ്ടി വന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴേ നമുക്ക് ഈ നമ്മളുടെ വർക്കുകളുടെ TS ആയി ചെല്ലുമ്പോൾ TS തന്ന സിയുടെ അടുത്തല്ലേ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പോകേണ്ടത്, അല്ലെ SC അടുത്താണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ആരാണോ TS തന്നത് അവരാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അപ്രൂവൽ തരേണ്ടത്. അത് ഏത് ലെവലിലുള്ള ഓഫീസർക്കാണോ TS കൊടുക്കാൻ പവർ ഉണ്ടായിരുന്നത് ആ ലെവലിൽ തന്നെയാണ് നമുക്ക് TS തരേണ്ടത്. അപ്പൊ TSന് വേണ്ടി അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ അടുത്ത് പറയുകയാണ്, ഇതിന് TS റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ആദ്യം ഇത് അസർട്ടൈൻ ചെയ്തില്ല? ജെന്യുവൻ ക്വസ്റ്റ്യൻ. കാര്യം ഫീൽഡിൽ എസ്റ്റിമേറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നവര് അറിയേണ്ടതായിരുന്നു അവിടുത്തെ സോയിൽ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സോയിൽ ക്ലാസിഫിക്കേഷനിൽ 80-20 എന്നുള്ളതിന് പകരം അതിൽ റേഷ്യോയിൽ വ്യത്യാസമുണ്ട്, മീഡിയം റോക്കും അവിടെ വരുന്നു. അപ്പോ ന്യായമായിട്ടും ഈ ട്രയൽ പിറ്റ് ഡീറ്റെയിൽസ് നമ്മളുടെ കയ്യിൽ ഉണ്ടാകും. ആ ട്രയൽ പിറ്റ് ഡീറ്റെയിൽസ് ആയ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന അസിസ്റ്റന്റ് ഓവർസിയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും അവരെല്ലാവരും കൂടെ അത് ട്രയൽ പിറ്റ് എടുത്തിട്ട് തന്നെ തയ്യാറാക്കണമെന്നാണ്. ഇനി എടുക്കാതെ തയ്യാറാക്കി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് എ വാലിഡ് ഡോക്യുമെന്റ് ആയി മാറുകയാണ്. അപ്പൊ ഒരു പക്ഷെ ആ സ്ഥലത്തുള്ള ഒരു ഓവർസിയർ പറയാണ്, അത് സാറേ എനിക്കറിയാം, അവിടെ അത് അങ്ങനെയാണ്, ഒരു 70 സെന്റിമീറ്റർ വരെ മണ്ണ് ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഒരു 20 സെന്റിമീറ്റർ
മീഡിയം ഓർഡിനറി റോക്കും പിന്നെ ഒരു 10 സെന്റിമീറ്റർ മീഡിയം റോക്കും ആണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ തയ്യാറാക്കിയോ. എന്ത് തന്നെ ആയാലും പരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കൊണ്ട് ഒരു ട്രയൽ പിറ്റ് തയ്യാറാക്കി, അല്ലെങ്കിൽ അവിടെ പരിചയമുള്ള ആരുടെങ്കിലും ഒക്കെ ചോദിച്ച് ഒരു ട്രയൽ പിറ്റ് ഡീറ്റെയിൽസ് തയ്യാറാക്കി വെക്കണം. കാര്യം റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് ചെല്ലുമ്പോൾ ഇപ്പൊ പ്രധാനമായിട്ടും മാൻഡേറ്ററി കാര്യം, ഒരുപാട് പണ്ട് നമുക്ക് റിവൈസ്ഡ് എസ്റ്റിമേറ്റുകൾ ചെല്ലുന്നത് കുറവായിരുന്നു. ഇപ്പൊ ഐറ്റം റേറ്റ് ടെൻഡർ ആയതോട് റിവൈസ്ഡ് എസ്റ്റിമേറ്റുകളുടെ ഘോഷയാത്രയാണ്. അപ്പൊ റിവൈസ്ഡ് എസ്റ്റിമേറ്റുകൾ കാര്യം, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ എങ്ങനെ, ആ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അപ്രൂവ്ഡ് ആയിട്ടില്ലെങ്കിൽ അതിന്റെ പൈസ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ റിവൈസ്ഡ് എസ്റ്റിമേറ്റുകൾ ചെല്ലുമ്പോഴേക്കും ഈ ഒരു ചോദ്യം വളരെ പ്രധാനമായിട്ട് വരുന്നുണ്ട്. ട്രയൽ പിറ്റ് ഡീറ്റെയിൽസ് വേരിയേഷൻ വന്നിട്ടുള്ളത് എങ്ങനെ എന്ന് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം എന്തുകൊണ്ട് അത് പ്രോപ്പർ ആയിട്ടുള്ള ട്രയൽ പിറ്റ് ഡീറ്റെയിൽസ് തന്നില്ല എന്നുള്ളത് പറയണം. അതുകൊണ്ട് നമ്മുടെ ഈ കറസ്പോണ്ടൻസിൽ നമുക്ക് ട്രയൽ പിറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാം. അതാണ് ഞാൻ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്നുള്ള ഇതിൽ കൂടി ചോദിച്ചത്. അപ്പൊ ഇത് നമ്മൾക്ക് ആഡ് ചെയ്താൽ, ഞാനിപ്പോ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്നാണ് തയ്യാറാക്കിയത്, കറസ്പോണ്ടൻസ് ഡേറ്റ് ഞാനിപ്പോ തൽക്കാലം ഇന്നത്തെ ഡേറ്റ് തന്നെ ഇടുന്നു. ഇനി അത് റിസീവ് ചെയ്ത ഡേറ്റ് ഇന്ന് തന്നെ ഇടാം, അല്ലെങ്കിൽ ഇന്നലെ ഇടാം, നാളത്തേക്ക് മാറ്റാൻ പറ്റില്ല. ആരാണ് ട്രയൽ പിറ്റ് ഡീറ്റെയിൽസ് തയ്യാറാക്കിയത്? എ തന്നെയാണ് തയ്യാറാക്കിയത്. ഈ ഡോക്യുമെന്റ് നമ്മളൊരു നമ്പർ കൊടുത്തു 1. ഇനി ആരാണ് ഡോക്യുമെന്റ് തയ്യാറാക്കിയത്? വീണ്ടും അവിടെയും എ തന്നെയാണ് അതിനകത്തൊക്കെ ഉത്തരവുള്ളത്. എന്താണ് കറസ്പോണ്ടൻസ് സബ്ജക്റ്റ്? ട്രയൽ പിറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, ഇതിന്റെ കാറ്റഗറി, ഇത് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറിയോ അങ്ങനെ ഒന്നും ഉള്ളതല്ല, MLA MP പബ്ലിക് ഒന്നും ഉള്ളതല്ല, അതേഴ്സ് നോ കാറ്റഗറിയിൽ ഇട്ടു. ദെൻ ഇവിടെ ആ ട്രയൽ പിറ്റിന്റെ ഡ്രോയിങ് നമ്മൾ തയ്യാറാക്കിയത്, സൈൻ ചെയ്തത് 1 MB കുറയാത്ത ഒരു ഫയൽ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യണം. ഞാൻ തൽക്കാലം ഒരു ഫയൽ ഞാൻ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഗുണം എന്താണ്? ഇത് TS പോകുമ്പോൾ ഈ ട്രയൽ പിറ്റ് ആര് കണ്ടിട്ടുണ്ട്? TS തന്ന ഓഫീസർ കണ്ടിട്ടുണ്ട്. അത് E ആകാം, അല്ലെങ്കിൽ AXC ആകാം, E ആകാം, SC ആകാം, C ആകാം. അവരാരായാലും ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത ഒരു കറസ്പോണ്ടൻസ് അവർ കാണണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ്, ഈ ഓഫീസറുടെ കീഴിൽ താഴെയുള്ള ഓഫീസിലെ DB അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിരിക്കണം, ഇന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കണം. സോ എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ, വീണ്ടും നമ്മൾ ട്രയൽ പിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ നമുക്ക് എഴുതിയിടാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയമാണ് നമുക്കില്ലാത്തത്. പക്ഷേ കുറച്ച് പ്ലാൻഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എസ്റ്റിമേറ്റിൽ ആ ട്രയൽ പിറ്റ് ഡീറ്റെയിൽസ് എന്താണ്, ട്രയൽ പിറ്റ് ഡീറ്റെയിൽസ് എന്തിന് എടുക്കേണ്ടി വന്നു, അവിടെ എങ്ങനെയാണ് സോയിൽ ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എസ്റ്റിമേറ്റിന്റെ സൗന്ദര്യം കൂടും എന്ന് മാത്രമല്ല, ആ എസ്റ്റിമേറ്റ് കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് ആണ്. നാളെ ഇത് സംബന്ധിച്ചൊരു എഴുത്തുകൂത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എസ്റ്റിമേറ്റ് ട്രാൻസ്പെറന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അറ്റാച്ച്മെന്റ്സ് കയറ്റാൻ എങ്ങനെ കറസ്പോണ്ടൻസ് ആഡ് ചെയ്യണം എന്നാ പറഞ്ഞു. ഇതുമാതിരി നമുക്ക് കറസ്പോണ്ടൻസുകൾ എല്ലാം ആഡ് ചെയ്യാം. എന്തൊക്കെ കറസ്പോണ്ടൻസ് നേച്ചർ ഉണ്ടോ ഇതിനകത്ത് കൊടുത്തേക്കുന്ന, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ലെറ്റർ തന്നു, ഡിപ്പാർട്ട്മെന്റോ നമ്മുടെ ഹയർ ഓഫീസറോ നമുക്കൊരു ലെറ്റർ തന്നു, അത് നമുക്കിവിടെ ചേർക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആദ്യമേ ചേർത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ വീണ്ടും ചേർക്കാം. അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ടുണ്ട്, ഇത് സംബന്ധിച്ച് ഒരു മുൻകൂറായിട്ട് നടന്ന ഒരു മീറ്റിംഗിൽ നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി മറ്റൊരു ഡ്രോയിങ്, ഇത് സംബന്ധിച്ച നമ്മുടെ ഡ്രോയിങ്ങുകൾ, ഇപ്പൊ OHSRന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ ആ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ OHSRന്റെ കൺസ്ട്രക്ഷൻ മാത്രമല്ല, പൈപ്പ് ലൈനിനകത്ത് അതിന്റെ അലൈൻമെന്റ് ഡ്രോയിങ്, അതിന്റെ നെറ്റ്വർക്ക് ഡ്രോയിങ് ഇവിടെ നമുക്ക് സ്കാൻ ചെയ്ത് കയറ്റി ഡ്രോയിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യാം. ദെൻ ക്വാളിറ്റി കൺട്രോൾ മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർക്കാം. മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതേഴ്സ് എന്ന് ഇതിനകത്തിടാം. സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പറഞ്ഞു, തൊട്ട് താഴെ മിനിറ്റ്സ് റെസൊല്യൂഷൻ കമ്മിറ്റി, ഏതെങ്കിലും ഒരു കമ്മിറ്റി ഇതിനു മുമ്പ് കൂടി തീരുമാനിച്ച ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ മിനിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. റോഡ് അലൈൻമെന്റ് ഡ്രോയിങ് ഇന്നത്തെ കാലത്ത് നമുക്ക് ആവശ്യമുള്ളതായിരുന്നു, പണ്ട് നമുക്ക് വേണ്ടായിരുന്നു, ഇപ്പൊ റോഡ് പണി നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ദെൻ ബാർ ചാർട്ട്, ദെൻ റിവൈസ് ഡേയ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആ ഫയലിൽ സംബന്ധിച്ച എല്ലാ മാറ്റേഴ്സും നമുക്ക് ഈ കറസ്പോണ്ടൻസ് വഴി ആഡ് ചെയ്യാം. അപ്പോൾ ഒരു വലിയ വർക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സാധാരണ ഫയലിൽ, നമ്മുടെ ഒരു ഓഫീസ് ഫയലിൽ എന്തൊക്കെ കറസ്പോണ്ടൻസ്, ആർക്ക് എഴുതിയ കത്തുകളുണ്ടോ, ആര് തന്ന മറുപടികളുണ്ടോ, ഇതെല്ലാം നമുക്ക് പ്രൈസിലും ആഡ് ചെയ്യാം. ഇതേപോലെ കറസ്പോണ്ടൻസ് ഹെഡിൽ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം നാളെ ഒരു കാലത്ത് നമുക്ക് വർക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിലോ ഇത് സാധനം അവിടെ തന്നെ കാണും. നമ്മുടെ ഓഫീസ് ഫയലിൽ നിന്ന് പലപ്പോഴും നമുക്ക് മിസ്സിംഗ് ആയേക്കാം, പക്ഷേ പ്രൈസിൽ ആഡ് ചെയ്യുന്ന ഒരു സാധനം അവിടെ തന്നെ ഉണ്ടാവും. ഒരിക്കൽ കറസ്പോണ്ടൻസിൽ കയറ്റി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാവും.
ഇത് ഇന്നിപ്പോ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം പലപ്പോഴും ഈ എസ്റ്റിമേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഈ ഡ്രോയിങ്ങുകളൊക്കെ ചേർത്തു കുറെ നാൾ കഴിഞ്ഞിട്ട് ഡ്രോയിങ് പെട്ടെന്ന് എവിടെ എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയൽ മറിച്ച് നോക്കണ്ട, നേരെ പ്രൈസിൽ കയറി കഴിഞ്ഞ് കറസ്പോണ്ടൻസ് എടുത്താൽ മാത്രം മതി. ഈ ഫയൽ മൊത്തം നമുക്ക് അവിടെ കിട്ടും. ഞാൻ നേരത്തെ ഈ പറഞ്ഞ കണക്ക് ഈ കറസ്പോണ്ടൻസിൽ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഈ സാധനങ്ങൾ നമ്മൾ കറസ്പോണ്ടൻസിൽ എന്തൊക്കെ ഇടുന്നോ അതൊക്കെ ഈ കറസ്പോണ്ടൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒന്നാണ്. എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ഈ കറസ്പോണ്ടൻസ് ഫയലുകൾ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയത് കറസ്പോണ്ടൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. വീണ്ടും നമ്മുടെ വർക്കിലേക്ക് കയറുകയാണ്, നമ്മുടെ എസ്റ്റിമേഷനിലോട്ട് തന്നെ പോവുകയാണ്. അപ്പൊ അറ്റാച്ച്മെന്റ്സിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ കറസ്പോണ്ടൻസിന് നമ്മൾ ഇനി എങ്ങനെ അറ്റാച്ച്മെന്റ്സിലോട്ട് എടുക്കും? നമ്മൾ കറസ്പോണ്ടൻസിൽ ഒരു സാധനത്തെ എടുത്തിട്ടിട്ടുണ്ട്, കുറെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സാധനങ്ങളെ കറസ്പോണ്ടൻസിൽ ഇട്ടേക്കുന്ന എല്ലാറ്റിനെയും നമ്മൾ ഇങ്ങോട്ട് എടുത്തിടണമെന്നില്ല. കറസ്പോണ്ടൻസിൽ എന്ത് വേണമെങ്കിലും നമുക്കിടാം. സാധാരണ ഒരു ഫയലിനകത്ത് കറസ്പോണ്ടൻസിൽ നമ്മൾ എഴുതി കൂട്ടുന്ന എല്ലാ പേപ്പറുകളും സ്കാൻ ചെയ്ത് കറസ്പോണ്ടൻസിൽ കയറ്റാം. ഇനി അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഈ എസ്റ്റിമേറ്റിൽ അറ്റാച്ച് ചെയ്യേണ്ട മാറ്റേഴ്സ് ഉണ്ടല്ലോ, അതിനെ മാത്രം നമുക്ക് അറ്റാച്ച്മെന്റ്സ് വഴി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ജെം ക്ലിപ്പിന്റെ പടം ക്ലിക്ക് ചെയ്യുന്നു. ഇതുണ്ടോ, അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വന്നു. അതിന്റെ തൊട്ടപ്പുറത്ത് എന്തുണ്ട്? ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ വീണ്ടും അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ആ പാടെ ഒരു അറ്റാച്ച്മെന്റേ കൊടുത്തുള്ളൂ. വീണ്ടും അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരും. ആ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ആ വരുന്ന എന്തൊക്കെ അറ്റാച്ച്മെന്റ്സ് കയറ്റിയിട്ടോ അതെല്ലാം ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. നമ്മൾ അറ്റാച്ച്മെന്റ്സ് ആയിട്ട് കയറ്റിയിട്ട കാര്യങ്ങളെ എല്ലാം നമ്മൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരും. അതിൽ ആവശ്യമുള്ളതിന് നമ്മൾ ചെക്ക് ബോക്സ് ഇട്ട് കൊടുത്ത് ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അറ്റാച്ച്മെന്റ്സിലോട്ടായി മാറും. സോ തൊട്ട് താഴെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്. ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ സോഴ്സ്. എന്താണ്, എന്ത് സോഴ്സിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വന്നിട്ടുള്ളത്? അതർ എന്നുള്ളതാണോ, ഗവൺമെന്റ് ഓർഡർ ആണോ? ഈ അനുമതി നമുക്ക് ആയിട്ടില്ല. അത് PWD ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ളതാണ്. കാര്യം അവിടെ പല ഓർഡറുകളും ഈ അനുമതി ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മൾക്കാണെങ്കിൽ ഗവൺമെന്റ് ഓർഡർ ആണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഗവൺമെന്റ് ഓർഡർ. ഇനി അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ബഡ്ജറ്റ്, നോൺ ബഡ്ജറ്റ്, ബഡ്ജറ്റ് റിപ്ലൈ സ്പീച്ച്, ബഡ്ജറ്റ് സ്പീച്ച്. ഇതെല്ലാം നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രൈസ് 3 എന്നുള്ളത് വാട്ടർ അതോറിറ്റിക്ക് മാത്രമുള്ളതല്ല, കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്നത് കൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കുമുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ തൽക്കാലം നമ്മുടെ വർക്കുകളെയൊക്കെ നോൺ ബഡ്ജറ്റ് എന്നുള്ള കാറ്റഗറിയിൽ എടുത്താൽ മതി. കാര്യം സ്റ്റേറ്റ് പ്ലാനിലുള്ള പല കാര്യങ്ങളും സ്റ്റേറ്റ് പ്ലാൻ ഫണ്ടിൽ വരുന്നത് ബഡ്ജറ്റിലാണെങ്കിൽ പോലും അതിനൊന്നും നമുക്ക് കൃത്യമായ വർക്ക് ഹെഡുകൾ നമ്മളുടെ താഴെയുള്ള സെക്ഷനിലുള്ള എയുടെ ഓഫീസിലോട്ടൊന്നും എത്താറില്ല. ഏത് ട്രഷറി ഹെഡിലാണ് ഇത് ബുക്ക് ചെയ്യുന്നതെന്നും എത്താറില്ല. ഇനി PWDക്ക് അത് എന്തുകൊണ്ട് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഇതിന്റെ പേയ്മെന്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ പ്രൈസ് 3യിൽ നിന്നും അത് പേയ്മെന്റ് ചെയ്യേണ്ടി വരുന്ന ആ MOP തയ്യാറാക്കുമ്പോൾ അതിന്റെ മുകളിൽ അത് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് ബുക്ക് ചെയ്യുന്നതെന്ന് വരും. അപ്പൊ ട്രഷറിയിൽ അത് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ബുക്ക് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് തൽക്കാലം നമുക്ക് നല്ലത് നോൺ ബഡ്ജറ്റ് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്തു? അത് രണ്ടും കൊടുത്ത് സേവ് ചെയ്തു. ഇനി ഫിനാൻഷ്യൽ പവേഴ്സ്. ഫിനാൻഷ്യൽ പവർ ഓഫ് TS. ഇവിടെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആരുടെ ഫിനാൻഷ്യൽ പവറിലാണ് ഉള്ളതെന്ന്. ഇതിൽ ആപ്റ്റ് ആയിട്ടുള്ള സാധനത്തെ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സിവിൽ വർക്ക് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സംശയമൊന്നുമില്ല, സിവിൽ വർക്ക് തന്നെ കൊടുക്കാം. ഇനി ഇലക്ട്രിക്കൽ വർക്ക് ആണെങ്കിൽ ഇലക്ട്രിക്കൽ കൊടുക്കാം. ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ വർക്കുകളാണെങ്കിൽ അവിടെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇലക്ട്രിക്കൽ വർക്കുകൾ കൊടുത്തു കഴിയുമ്പോൾ ആ ഇലക്ട്രിക്കൽ വർക്കുകളുടെ TS പവേഴ്സ് ചിലപ്പോൾ നമുക്ക് എവിടെ ഉണ്ടാവില്ല, നമ്മുടെ സാധാരണ താഴെയുള്ള ഓഫീസുകളിൽ ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ചെറിയ പമ്പ് ഹൗസിന്റെ വയറിങ്ങിന് വേണ്ടിയിട്ടോ ലൈറ്റിന്റെ പമ്പിങ്ങിന്റെ വേണ്ടിയിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ വർക്ക് ആയിരിക്കാം. നമുക്കറിയാം വർക്കിന്റെ നേച്ചർ പ്രോപ്പർലി ഇലക്ട്രിക്കൽ ആണ്. അതിന്റെ എമൗണ്ട് നോർമലായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പവറിൽ നിൽക്കുന്നതാണ്.
പക്ഷെ നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ആ GS കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാര്യം അത് PWDയുടെ മാനുവൽ അനുസരിച്ച് അത് ചീഫ് എഞ്ചിനീയറുടെ പവറിൽ പോകുന്നതായിരിക്കാം. അപ്പൊ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വർക്ക് ചിലപ്പോൾ ഒരു 50 lakhsന്റെ ഒരു വർക്കായിരിക്കാം. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചുള്ള അത് എവിടെ പോയി GS കൊടുക്കാൻ പറ്റുള്ളൂ? സീഡ് അടുത്തേ പോയി GS കൊടുക്കാൻ പറ്റിയെന്ന് വരത്തുള്ളൂ ഇലക്ട്രിക്കൽ വർക്ക്. ആക്ച്വലി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഡെലിഗേഷൻ ഓഫ് പവേഴ്സിൽ വരുന്നതാണ്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് നല്ലതല്ല. നല്ലതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എളുപ്പത്തിന് നല്ലതല്ല. പകരം അത് എന്ത് ചെയ്യാൻ പറ്റുക? സിവിൽ വർക്ക് എന്ന് പറഞ്ഞ് തന്നെ ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ നിലവിലെ അവസ്ഥ അനുസരിച്ച് അത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അടുത്ത് ചെല്ലുമ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അത് എങ്ങോട്ടേക്ക് റെഫർ ചെയ്യാം? ഇലക്ട്രിക്കൽ വെറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഓഫീസറുടെ അടുത്ത് വിടുന്നതിന് വേണ്ടി വിടാം. അപ്പം സീഡ് അടുത്ത് എന്നാൽ സീഡ് ഓഫീസിൽ സ്പെഷ്യൽ ഓഫീസറുടെ അടുത്ത് മാത്രം പോയാൽ മതി. സ്പെഷ്യൽ ഓഫീസർക്ക് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാം. ആ ഇലക്ട്രിക്കൽ എസ്റ്റിമേറ്റ് കറക്റ്റ് ആണോ നോക്കിയിട്ട് തിരിച്ചു തരാം. അപ്പൊ അതുകൊണ്ട് അതേസമയം ഇലക്ട്രിക്കൽ വർക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് TS കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇലക്ട്രോണിക് വർക്ക്സ്, മെക്കാനിക് വർക്ക്സ്, ഇതെല്ലാം PWDയുടെ വർക്കിന്റെ ഓരോ നേച്ചർ അനുസരിച്ച് നമുക്കുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ, പ്ലാൻ, നോൺ പ്ലാൻ, കോൺട്രിബ്യൂഷൻ വർക്ക്സ്, സ്പെഷ്യൽ റിപ്പയർസ് ഓഫ് ബിൽഡിംഗ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഇറിഗേഷൻ സ്ട്രക്ചേഴ്സ്, സ്പെഷ്യൽ റിപ്പയർസ് ഓഫ് ബ്രിഡ്ജസ്, നാവിഗേഷൻ സ്ട്രക്ചേഴ്സ്, ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ മറ്റിതര എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകൾക്കും കൂടിയുള്ള വർക്കുകളെ എല്ലാം കൂടെ ഇതിനകത്ത് ഫിനാൻഷ്യൽ പവേഴ്സ് ഓഫ് TSനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം എന്ത് തന്നെ കൊടുക്കാം? സിവിൽ വർക്ക് എന്ന് തന്നെ കൊടുക്കാം. ഫിനാൻഷ്യൽ പവേഴ്സ് ഓഫ് AS അത് നമുക്ക് സിവിൽ വർക്ക് എന്ന് തന്നെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ സേവ് ചെയ്തു. സോ ഇനി അടുത്ത തൊട്ടപ്പുറത്തെ ഒരു കോളം ഉണ്ട്, എക്സ്റ്റേണൽ AS. അപ്പൊ ഇവിടെ എക്സ്റ്റേണൽ ASനകത്ത് നമുക്ക് AS എന്ന് പറഞ്ഞ സാധനം വന്നു. എന്തുകൊണ്ട് വന്നു? നമ്മൾ ഈ എസ്റ്റിമേറ്റ് ഒറിജിനേറ്റ് ചെയ്തപ്പോൾ ആദ്യം തന്നെ കറസ്പോണ്ടൻസിൽ ഒരു AS കൊടുത്തിരുന്നു. അത് കൊടുക്കാതെ വെറും ലെറ്റർ എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഈ സാധനം വരത്തില്ല. കാര്യം അവിടെ ഒരു ചോദ്യമുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഉത്തരം അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ട് എന്നാണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉള്ളത് കൊണ്ട് അത് അവിടെ വന്നു. അപ്പൊ നമുക്ക് ഇവിടെ എക്സ്റ്റേണൽ AS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വർക്കുകൾ മൊത്തം, വാട്ടർ അതോറിറ്റിയുടെ വർക്കുകൾ മൊത്തം എക്സ്റ്റേണൽ AS ആയിട്ടാണ് കണക്കാക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ വിരളമാണ്. ഇപ്പൊ മാനേജിംഗ് ഡയറക്ടർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നമുക്ക് തരുന്നുണ്ട് എങ്കിലും അത് ഏതെങ്കിലും ഒരു വർക്കിന്റെ പേരിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വരുന്നത്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് കേസിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വരുന്നത്. അല്ലാതെയുള്ള വർക്കുകളൊക്കെ തന്നെയും ആരെങ്കിലും ഒരു സ്പെഷ്യൽ ഏജൻസി നമുക്ക് തരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആണ്. ഇപ്പൊ കിഫ്ബി വർക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ തരുന്നത് കിഫ്ബി ആണ്. അമൃത് വർക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ തരുന്നത് SMMU ആണ്. ഇനി അതല്ല സ്റ്റേറ്റ് പ്ലാൻ ആണെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ തരുന്നത് ഗവൺമെന്റ് ആണ്. ജൽജീവൻ മിഷൻ വർക്ക് ആണെങ്കിലും അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ തരുന്നത് ഗവൺമെന്റ് ആണ്. ആ സാധനത്ത് നമുക്ക് എൻഡോഴ്സ് ചെയ്ത് തരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ വർക്കുകളെല്ലാം എക്സ്റ്റേണൽ AS വർക്കുകളാണ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തു? ആ ASന് നേരെയുള്ള കൺട്രോളിനകത്ത് ഒരു ക്ലിക്ക് കൊടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം നമ്മുടെ എക്സ്റ്റേണൽ AS നമ്മളുടെ ഇതിലേക്ക് കയറി വരുന്നു. ഇനി എക്സ്റ്റേണൽ AS ഇപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ലാസ്റ്റ് TS കൊടുക്കാൻ നേരമെങ്കിൽ എക്സ്റ്റേണൽ AS കൊടുക്കേണ്ടി വരും. ഇപ്പൊ എക്സ്റ്റേണൽ AS കൊടുക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം, പ്രശ്നമൊന്നുമില്ല. അടുത്ത കോളത്തിലോട്ട് പോകും, എക്സ്റ്റേണൽ AS കൊടുക്കാൻ പോവാം. പിന്നെ ആദ്യം തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് TS കൊടുക്കാൻ നേരം നമ്മളോട് തിരിച്ച് തന്നിട്ട്, അല്ലെങ്കിൽ TS കൊടുക്കാൻ നേരം തിരിച്ച് വീണ്ടും എയ്ഡ് അടുത്തോട്ട് തന്നിട്ട് പറയും നിങ്ങൾ എക്സ്റ്റേണൽ AS കൊടുക്കാൻ പറയും, ആഡ് ചെയ്യാൻ പറയും. സോ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് AS അപ്രൂവ് ചെയ്ത് തന്നേക്കുന്നത്? അപ്പോൾ കേരളത്തിലുള്ള ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെന്റുകളും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള വാട്ടർ അതോറിറ്റി വന്നിട്ടുണ്ട്. എക്സ്റ്റേണൽ AS അപ്രൂവ്ഡ് ഡിപ്പാർട്ട്മെന്റ് കേരള വാട്ടർ അതോറിറ്റി വാട്ടർ റിസോഴ്സ് ആണ്. ഈ അനുമതി നമ്പർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഡീറ്റെയിൽസ് എന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വന്നത്. സപ്പോസ് നമുക്ക് തൽക്കാലം നമുക്ക് ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം. ആരാണ് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ തന്നത്? JJM വർക്ക് ആയതുകൊണ്ട് സെക്രട്ടറി WRD ആണ് തന്നേക്കുന്നത്. AS അപ്രൂവ്ഡ് ഓഫീസ് WRD തന്നെയാണ് തന്നേക്കുന്നത്. ഇനി ഫണ്ട് ടൈപ്പ്, ഇവിടെയാണ് നമുക്ക് പലപ്പോഴും ആളുകൾക്കൊക്കെ ഒരു സംശയം വരുന്നത്, ഇതിനിപ്പോ ഏത് ഫണ്ട് ടൈപ്പിൽ കൊടുക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്യാപിറ്റൽ പ്ലാൻ എന്ന് പറഞ്ഞ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അടുത്ത ചോദ്യം വോട്ടഡ് ആണോ ചാർജ്ഡ് ആണോ? ഇത് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് വോട്ട് ഓൺ അക്കൗണ്ട്സ് പാസ്സാക്കി വന്നിട്ടുള്ളതാണോ അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്ത് വന്നേക്കുന്നതാണോ എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പൊ സപ്പോസ് നമ്മൾ വോട്ട് എടുത്ത് ചൂസ് ചെയ്ത് കൊടുത്താൽ അതിന്റെ അടുത്ത ട്രഷറി ഹെഡ് ഏത് ട്രഷറി ഹെഡിലാണ് പോണത്?
അല്ലെങ്കിൽ ചാർജിലാണ്. അപ്പൊ ട്രഷറി ഹെഡ് ഏതിലാണ് പോകുന്നത് എന്നുള്ളത് നമ്മളിവിടെ കൊടുക്കണം. അപ്പോ വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെപ്പോഴും നമ്മളെ കുറിച്ച് പറഞ്ഞാൽ മതിയല്ലോ. നമ്മളെ കുറിച്ച് പറഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ട് തൽക്കാലം നമുക്ക് ഈ റവന്യൂ നോൺ പ്ലാൻ എന്നുള്ളതിലോ അല്ലെങ്കിൽ അതേഴ്സിലോ കൊടുത്തു നോക്കാം. അതേഴ്സിലാണെങ്കിലും നമുക്ക് ഇവിടെ കണ്ടോ, അതേഴ്സിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം ഇതിലൊന്നും പെടുന്നതല്ല. അപ്പൊ ഇത് എന്തിൽ വന്നു എന്നുള്ളതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരെണ്ണം കൂടെ ചൂസ് ചെയ്ത് നോക്കാം. റവന്യൂ നോൺ പ്ലാൻ കൊടുത്തു, എന്താണ് വരുന്നത്? അവിടെയും ഈ സാധനം വന്നിട്ടുണ്ട്. അതേഴ്സിന് വാട്ടർ അതോറിറ്റിയുടെ നമ്മളുടെ എളുപ്പത്തിന് വേണ്ടിയാണ് അതെല്ലാം ചെയ്തേക്കുന്നത്. കാര്യം എന്താണ് കൺസെപ്റ്റ്? നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ റവന്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് അതേഴ്സ് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. അതേഴ്സിലാകുമ്പോൾ നമ്മുടെ ഹെഡുകളൊക്കെ കിട്ടുന്നുണ്ട്. ദേ ADB ഉണ്ട്, അമൃത് ഉണ്ട്, കോസ്റ്റൽ ഹൈവേ, ഫണ്ട് ഡെപ്പോസിറ്റ് ബൈ ക്ലയന്റ്, ഡെപ്പോസിറ്റ് വർക്ക്, ഹിൽ ഹൈവേ, ജലജീവൻ മിഷൻ, ജിക്ക, കാസർഗോഡ് ഡെവലപ്മെന്റ് പ്രോജക്ട്, കിഫ്ബി, KW റവന്യൂ, നബാർഡ്, OANDM എല്ലാം വന്നിട്ടുണ്ട്, RKA എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ജലജീവൻ മിഷൻ വർക്ക് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഫണ്ട് ഹെഡ് നമ്മൾ JJM എന്ന് ചൂസ് ചെയ്ത് കൊടുത്തു. ദെൻ എമൗണ്ട്, ഇതിന്റെ എമൗണ്ട് എത്രയാണ്? ASന്റെ എമൗണ്ട് എത്രയാണ്? AS എമൗണ്ട് നമ്മൾ ഇവിടെ ഒരു ആ പർട്ടിക്കുലർ വർക്കിന് വേണ്ടിയിട്ട്, ഈ പർട്ടിക്കുലർ പഞ്ചായത്തിന്റെ വർക്കിന് വേണ്ടി വന്നിട്ടുള്ള AS എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കണം. ഇപ്പൊ നമ്മൾ അതിന്റെ എമൗണ്ട് ഒരു 22 കോടി രൂപയാണ് അല്ലെങ്കിൽ ഒരു ഇവിടുത്തെ വർക്കിന് വേണ്ടി ടോട്ടലായിട്ട് വന്നേക്കുന്നത് 35 കോടി രൂപയാണെന്നുണ്ടെങ്കിൽ ആ 35 കോടി രൂപ അങ്ങനെ തന്നെ അടിച്ചു പോണം. സോ എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? സേവ് ചെയ്തു. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നമ്പർ, അഡ്മിനിസ്ട്രേറ്റീവ് ഈ അനുമതി നമ്പറിന്റെ അടുത്ത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നമ്പർ കൊടുത്തില്ല. അവിടെ ഈ അനുമതി നമ്പർ നമ്മൾ ബ്ലാങ്ക് ചെയ്ത് വിട്ടുപോയി. അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നമ്പർ തൽക്കാലം കൊടുത്തു. ഇതൊക്കെ നമ്മുടെ JJMന്റെ AS തന്നെ ഡിഫോൾട്ട് ആയിട്ട് എസ്റ്റിമേറ്റ് എടുക്കുന്ന പാർട്ടായിട്ട് ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കയറി പോകുന്നത്. സോ ഇത്രയും സേവ് ചെയ്തു. യെസ്, നമ്മൾ അതിന്റെ എക്സ്റ്റേണൽ AS കൊടുത്തു കഴിഞ്ഞു. ഇത് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ തന്നെ കൊടുത്താലുള്ള ഗുണം ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ എസ്റ്റിമേറ്റ് ഇനി TS പോകുമ്പോഴായിരിക്കും, TS വേണ്ടിയിട്ട് ആ ഓഫീസർ ഏത് ഓഫീസറാണോ അദ്ദേഹം നോക്കുമ്പോഴായിരിക്കും കാണുന്നത് ഇതിനകത്ത് AS അറ്റാച്ച് ചെയ്തിട്ടില്ല. ചില സ്ഥലങ്ങളിലാണെങ്കിൽ അപ്പോഴേ AS എടുത്ത് അവിടുന്ന് തന്നെ അറ്റാച്ച് ചെയ്യും. ചിലപ്പോൾ പറയും നേരെ കൊടുത്ത് AEക്ക് വിട്ടാരെ, AS അറ്റാച്ച് ചെയ്ത് വരട്ടെ എന്ന് പറയും. സോ ആ താമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ തന്നെ AS അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോഴേക്കും ഒരു എസ്റ്റിമേറ്റിനകത്ത് ചെയ്യേണ്ടതിന്റെ പ്രീ റിക്വസ്റ്റുകളെല്ലാം നമുക്കിവിടെ വന്നു കഴിഞ്ഞു. ആ പ്രീ റിക്വസ്റ്റുകളെല്ലാം നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നേരെ എന്തിലേക്ക് പോകാം? എസ്റ്റിമേഷനിലേക്ക് പോകാം. അപ്പൊ എസ്റ്റിമേഷനിലേക്ക് പോകുമ്പോൾ തൊട്ട് താഴെ ആ ക്രോണോളജിക്കൽ ഓർഡറിലാണ് പോകുന്നത്. കണ്ടോ, ആട്രിബ്യൂട്ട്സ് കൊടുത്തു, നമ്മളെല്ലാം എൻട്രി ചെയ്തു, അറ്റാച്ച്മെന്റ്സ് എല്ലാം കൊടുക്കാനുള്ളത് കൊടുത്തു, ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് വന്നു, എസ്റ്റിമേറ്റ് വന്നു. ഇനി എസ്റ്റിമേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എസ്റ്റിമേറ്റിൽ പോകുമ്പോൾ ഒന്നാമത്തെ ചോദ്യം ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ സ്പെസിഫിക്കേഷൻ പ്രൈസിനകത്തുണ്ടോ, DAR സിവിൽ, MORD റൂറൽ ഡെവലപ്മെന്റിന്റെ, MORD റോഡ്, MORD ബ്രിഡ്ജ് റീഹാബിലിറ്റേഷന്റെ മോർത്ത് സ്പെസിഫിക്കേഷൻ, അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സാധാരണ വർക്കെല്ലാം എന്തിലാണ്? DAR സിവിലാണ്. ഹെഡിങ് നെയിം ആസ് യൂഷ്വൽ നമ്മളൊരു സപ്ലൈയിങ് ലെയിങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2 ഐറ്റമാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. എന്താണ്? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസും വർക്കിംഗ് ചാർജസ്. ഇത് നമ്മൾ പണ്ട് തൊട്ടേ ചെയ്യുന്ന ഒരു കസ്റ്റമാണ് ഈ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, വർക്കിംഗ് ചാർജസ് എന്നുള്ളത്. പക്ഷെ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊക്കെ ധാരാളം കോടതിയിലേക്ക് റെഫർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് സപ്ലൈ ഓഫ് പൈപ്സ്, അത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് റീതിങ്ക് ചെയ്ത് അതിലൊരു തീരുമാനം ഉണ്ടാക്കേണ്ട കേസാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. സപ്ലൈ ഓഫ് പൈപ്സ് എന്ന് പറയുന്ന ഹെഡിൽ പൈപ്പിന് കോസ്റ്റ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള NIT കണ്ടീഷൻ ക്ലോസ് 8.8 പ്രകാരം മദർ NITയുടെ മൊബിലൈസേഷൻ അഡ്വാൻസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ പൈപ്പ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 80% കോസ്റ്റ് at the rate of estimate rate or quoted rate, whichever is lesser. അതിൽ കുറവ് ഏതാണോ, എസ്റ്റിമേറ്റ് റേറ്റ് ആണ് കുറവെങ്കിൽ അത്, അല്ല quoted rate ആണ് കുറവെങ്കിൽ അത് നമ്മളുടെ 80% പൈപ്പ് സപ്ലൈ ചെയ്താൽ കൊടുക്കാവുന്നതാണ് നമ്മുടെ കണ്ടീഷൻ.
പക്ഷെ ഇത് ഈ ഐറ്റം റേറ്റ് ടെൻഡറുകൾക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റില്ല. ഐറ്റം റേറ്റ് ടെൻഡറുകളിൽ കോൺട്രാക്ടർ കോട്ട് ചെയ്ത് 100% തുകയും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കോടതികളിൽ കേസുകൾ പോകുന്നുണ്ട്. കോടതി കേസ് പോയപ്പോൾ കോടതി ഇതെല്ലാം എന്ത് ഓർഡറും കൊടുത്തിട്ടുണ്ട്, ഇന്ററിം ഓർഡറുകൾ. കോൺട്രാക്ടർക്ക് ആ 100% അയാൾ കോട്ട് ചെയ്ത റേറ്റിന്റെ 100% കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഉത്തരവുണ്ടായപ്പോ ആ ഉത്തരവിനേക്ക് ഇപ്പൊ നമ്മൾ അടുത്ത ഇപ്പോ പിന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക്, സിംഗിൾ ബെഞ്ച് ഓർഡർ ആണ്, ആ ഡിവിഷൻ ബെഞ്ചിലേക്ക് നമ്മൾ ഈ ഓർഡർ ഉത്തരവുകളെല്ലാം കൂടി, ഈ കോർട്ട് ഓഫ് ഡയറക്ഷൻ എല്ലാം കൂടി ഡിവിഷൻ ബെഞ്ചിലേക്ക് ഒറ്റ കേസായിട്ട് ഹിയർ ചെയ്ത് വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഫയൽ ചെയ്തേക്ക് അപ്പീൽ കൊടുത്തേക്കാണ്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷെ ഞാനിതൊന്നും ഇത് നമ്മുടെ ക്ലാസിന്റെ പാർട്ടല്ല. പക്ഷെ നമുക്ക് നോർമലി പഠിച്ചു പോകുന്ന പോലെ പോകാം. എന്താണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്? സേവ് കൊടുക്കും. സോ ഹെഡിങ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൊടുത്തു. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു നല്ല കാര്യം, നല്ല പ്രാക്ടീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർക്കിൽ എന്തൊക്കെ ഹെഡിങ്ങുകൾ വേണോ അതെല്ലാം നമ്മളുടെ മനസ്സിൽ ആദ്യമായിട്ടുണ്ടാവണം. അപ്പൊ നമുക്കൊരു സപ്ലൈയിങ് ലെയിങ് വർക്കിനകത്ത് എന്തൊക്കെയാണ് സപ്ലൈയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നതിനകത്ത് ഇവിടെ നമ്മൾ നമ്മുടെ റോഡ് ഇൻസ്റ്റോളേഷൻ സെപ്പറേറ്റ് ഒരു ഐറ്റം ആയിട്ടാണ് വർക്കിൽ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് എസ്റ്റിമേറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്ന ആളിന്റെ ഒരു സൗന്ദര്യബോധമാണ്. ഒരു വർക്കിനെ എങ്ങനെ, ഒരു എസ്റ്റിമേറ്റിനെ എങ്ങനെ പിന്നെ ബ്യൂട്ടിഫുൾ ആക്കാം. അപ്പോ നമ്മൾ ഇപ്പൊ ഇതിനകത്ത് നോക്കിക്കോളായിരുന്നു, നമ്മുടെ ഈ വർക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. നമുക്കുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ തന്നെ DPR-ൽ നമ്മളുടെ വർക്കുകൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. വർക്ക് ലിസ്റ്റിനകത്ത് നമ്മുടെ വർക്കുകൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. സപ്ലൈയിങ് ലെയിങ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് ഇൻ നെടുമുടി പഞ്ചായത്ത്, കൺസ്ട്രക്ഷൻ ഓഫ് 8 lakh litre OHSR, റോഡ് റിസ്റ്റോറേഷൻ വർക്ക് അലോങ് LSGD റോഡ്സ്, പ്രൊവൈഡിങ് FHTC ഇൻ ദാറ്റ് പഞ്ചായത്ത്. ഇത് നമ്മൾ 4 നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചു ഇങ്ങനെയാണ് വർക്ക് വേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് തോന്നി ഇത് വേണ്ട, ഒരെണ്ണം കൂടെ നമുക്ക് ചേർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ആഡ് ചെയ്താം, അടുത്ത ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാം, അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരു കേസ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിന്റെ, നമ്മളുടെ ഈ ഫയലിന് ഒരു ബ്യൂട്ടിയാണ് ഉണ്ടാവുക. നമ്മൾ പണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അപ്പൻഡിക്സ് A സപ്ലൈയിങ് ലെയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, അപ്പൻഡിക്സ് B സപ്ലൈയിങ് ലെയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വർക്കിംഗ് ചാർജസ്, അപ്പൻഡിക്സ് C 8 lakh OHSR റോഡ്, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന രീതി അത് ഓരോരുത്തരുടെയും സ്യൂട്ടബിലിറ്റിക്ക് അനുസരിച്ച്. പക്ഷെ ഇങ്ങനെ ഒരു വർക്കുകളെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു വർക്കിന്റെ ഒരു ഷെഡ്യൂൾ വരുമ്പോൾ അത് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസും വർക്കിംഗ് ചാർജസ്. സപ്ലൈയിങ് ലെയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്ത് 2 ഹെഡേ കൊടുക്കാനുള്ളൂ, മെറ്റീരിയലിന്റെ കോസ്റ്റ്, വർക്കിംഗ് ചാർജസ്. സോ വർക്കിംഗ് ചാർജസ് സേവ് ചെയ്തു. ഒന്നാമത്തെ കാര്യം നമ്മൾ എടുത്തു. അപ്പൊ ഹെഡിങ് ഇതിന്റെ മുകളിൽ ഹെഡിങ് ഇവിടെ വന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്, വർക്കിംഗ് ചാർജ് വന്നിട്ടുണ്ട്. ഇനി സപ്പോസ് ഒരെണ്ണം നമുക്ക് കണ്ടോ എൻട്രി ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഡിലീറ്റ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിലെ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഇനി ബാക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി, ബാക്കിൽ പോയി. അപ്പോ സ്പെക്, അപ്പോ സ്പെക്ക് ചൂസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്പെക്കില് ഈ ഓരോ ഹെഡിങ്ങിൽ നമ്മൾ ചൂസ് ചെയ്തു. നമ്മൾ ഈ ഹെഡിങ് ആണ് ആദ്യം എടുത്തേക്കുന്നത്, ആ ഹെഡിങ് ചൂസ് ചെയ്തു. അതിനകത്ത് നമുക്ക് സ്പെക്ക് ആഡ് ചെയ്യണം. സ്പെക്ക് ആഡ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം ഏതിലാണ് ഈ സ്പെക്ക് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാകണം. അപ്പോ നമ്മളുടെ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ചാർജ് ആണ്. വർക്കിംഗ് ചാർജിൽ ഏതായിരുന്നു എടുത്തത്? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആണ്. അപ്പൊ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വരുന്ന സ്പെക്ക്, ഏതൊക്കെ ഐറ്റത്തിലാണ് അതിന്റെ സ്പെക്ക് വരുന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അപ്പോ നമ്മളുടെ ഓരോ ഒന്നാമത് തന്നെ ഉള്ളത് എന്താണ്? ഒബ്സർവ്ഡ് ഡാറ്റ. നമ്മളുടെ ഈ ഐറ്റത്തിൽ ആദ്യം ചേർക്കേണ്ടത് ഒബ്സർവ്ഡ് ഡാറ്റയാണോ?
അല്ല കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസിലെ പൈപ്പിന്റെ കോസ്റ്റ് ആണ് നമുക്ക് ആദ്യം ചേർക്കേണ്ടത്, അത് നമുക്ക് ചേർക്കാം. ഇങ്ങനെ താഴോട്ട് ധാരാളം സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ DAR അനുസരിച്ചുള്ള OD മുതൽ 2, 3, 4, 5, 6 എന്ന് പറഞ്ഞാൽ 100 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഐറ്റം ഒന്നുമല്ല, വാട്ടർ അതോറിറ്റിയുടെ ഐറ്റമാണ്. വാട്ടർ അതോറിറ്റിയുടെ ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ കിട്ടുള്ളൂ? 100 കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ 100 ചൂസ് ചെയ്തു. അപ്പോ സ്പെക്കിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകണം. ഈ എസ്റ്റിമേറ്റിൽ ഏത് സ്പെക്കാണ് യൂസ് ചെയ്യേണ്ടത്, ആ സ്പെക്ക് എവിടെ കിടക്കുന്നു എന്നുള്ള സംബന്ധിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകണം. അത് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ആ ധാരണ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പൊ 100 എന്ന് പറയുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ആ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇത്തിരി സ്ലോ ആയിരിക്കും. അപ്പൊ നമ്മൾ ആ 100 ഓപ്പൺ ആയി വരുന്നതിന്റെ ഒരു താമസമാണേ. ഓക്കെ, നമ്മുടെ 100-നകത്തുള്ള എല്ലാം വന്നു. 100-നകത്തുള്ള സ്പെക്കുകൾ എന്തൊക്കെയാണ്? എക്സ്കവേഷൻ, ഇതൊക്കെ വർക്കിങ്ങിനകത്ത് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പിന്നെ ഇതിനകത്ത് വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പെക്ക് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ സാധനങ്ങൾ നമുക്ക് എടുത്തു പോവാം. ആ കോഡ് നമുക്കറിയാവുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സ്പെക്കിലുള്ള കാര്യങ്ങൾ നമുക്ക് പിക്ക് ചെയ്ത് പോവാം. സപ്ലൈ വരുമ്പോഴത്തേക്ക് താഴെ വന്നു. അപ്പോ നമ്മുടെ ഈ വർക്കിനകത്ത് വരുന്ന സപ്ലൈ ഐറ്റംസിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്? DI പൈപ്പ് 200 DI പൈപ്പ് ഉണ്ടെന്നിരിക്കട്ടെ, 250 mm DI പൈപ്പ് ഉണ്ട്. അതെല്ലാം നമുക്ക് ആദ്യം തന്നെ ചൂസ് ചെയ്യാം നമ്മുടെ കയ്യിൽ. അപ്പൊ പൈപ്പ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ അബ്സ്ട്രാക്ട് ഓഫ് പൈപ്സ് എന്ന് പറഞ്ഞൊരു ഷീറ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണം. അത് തയ്യാറാക്കി വെച്ചെങ്കിൽ മാത്രമേ ഈ പൈപ്പിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമുക്ക് അറിയത്തുള്ളൂ. അല്ലാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന വലിയൊരു A0 സൈസിലെ ഷീറ്റിനകത്ത് വെച്ച് നന്ദനം തപ്പി നോക്കിയാൽ കിട്ടത്തില്ല. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ആ എസ്റ്റിമേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പൈപ്പുകളുടെ സൈസുകളെ കുറിച്ച് നമ്മൾ റെഡിയാക്കി, നമ്മൾ ഒരു പേപ്പർ റെഡിയാക്കി വെച്ചിരിക്കണം. അത് പ്രൈസിൽ അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കാര്യം TS ഇഷ്യൂ ചെയ്യാൻ പോകുമ്പോൾ ഈ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് മാത്രം കിട്ടിയിട്ട് അവരുടെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? അവരുടെ കയ്യിലും കിട്ടിയിട്ട് കാര്യമില്ല. അവരും ഇത് വെച്ചുകൊണ്ട് തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. കാരണം പൈപ്പിന്റെ ക്വാണ്ടിറ്റി അവർക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോ ക്വാണ്ടിറ്റി ഓഫ് പൈപ്സ് റിക്വയർഡ്, ഈ പർട്ടിക്കുലർ പഞ്ചായത്തിൽ വേണ്ട ക്വാണ്ടിറ്റി ഓഫ് പൈപ്സ് എത്രയാണെന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു ഷീറ്റ് തയ്യാറാക്കി അത് എസ്റ്റിമേറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ഓഫീസ് എന്ന് പറയുമ്പോൾ ആ ഓഫീസ്, അപ്പോൾ സീഡ് എടുത്ത് പോകേണ്ട എസ്റ്റിമേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് താഴെയുള്ള AE AXE EE ഒപ്പിട്ടിരിക്കണം. അത്രയും ഓഫീസുകളിൽ അവിടെ ഒപ്പിട്ട ഒരു പൈപ്പിന്റെ ഡീറ്റെയിൽസ്, അറ്റ്ലീസ്റ്റ് AE AXE എങ്കിലും ഒപ്പിട്ട ഒരു പൈപ്പിന്റെ ഡീറ്റെയിൽസ് ഇതിനോട് അറ്റാച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ ഞാൻ ചൂസ് ചെയ്യുന്നു 200 mm DI ഉണ്ട്, 250 ഉണ്ട്, 300 DI ഉണ്ട്, 400 DI വരെയുള്ള പൈപ്പുകൾ ഉണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ അത് ചൂസ് ചെയ്തു. സോറി, ഇവിടെ ചൂസ് ചെയ്ത പ്രശ്നമുണ്ട്. K7 പൈപ്പാണ് ചൂസ് ചെയ്തത്. അതിലൊരു മിസ്റ്റേക്ക്, അത് നമുക്ക് പലപ്പോഴും പറ്റുന്നതാണ്. നമ്മൾ പൈപ്പ് K7 പൈപ്പ് ചൂസ് ചെയ്യും. ആക്ച്വലി നമ്മുടെ പൈപ്പുകൾ ഇപ്പോൾ എല്ലാം K9 പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് K9 തന്നെ യൂസ് ചെയ്യുക. K9 200, K9 250, K9 300, 350, 400. സോ K9 പൈപ്പ് യൂസ് ചെയ്തു. ഇതിന് ശേഷമുള്ള നമുക്ക് വേണ്ട, തൽക്കാലം നമ്മൾ അതിനെ ഒഴിവാക്കുന്നു. ഇനി മുന്നോട്ട് ഇങ്ങനെ പോയിട്ട് അടുത്ത ഇനി PVC പൈപ്പുകൾ തപ്പിയെടുക്കണം. PVC പൈപ്പ് വന്നു, PE പൈപ്പ് വന്നു. ഞാൻ പൈപ്പ് ഏതാണോ, PVC തന്നെ വേണമെന്നില്ല. ഞാനിപ്പോ ഈ പർട്ടിക്കുലർ സ്ഥലത്ത് PE പൈപ്പാണ് യൂസ് ചെയ്യുന്നത്, HDP പൈപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പോ തൽക്കാലം എന്ത് ചെയ്തു, 8 kg പൈപ്പ് ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളുടെ ഒരു അത് ആരും പറഞ്ഞു തരേണ്ട കാര്യമല്ല. പൈപ്പ് ചൂസ് ചെയ്യുന്നത് ഏതാണോ ക്ലാസിഫിക്കേഷൻ അത് കൃത്യമായിട്ട് ചൂസ് ചെയ്യണം. 8 kg കൊടുത്തിട്ടുണ്ട്, തൊട്ട് താഴെ 10 kg കൊടുത്തിട്ടുണ്ട്. നമ്മൾ ധൃതിയിൽ ചെയ്തു പോയിട്ട് പറയും 8 kg ചൂസ് ചെയ്യും. അയ്യോ ഞാൻ വിട്ടുപോയതാണ്, 8 അല്ല 10 ആണ് വേണ്ടതെന്ന് പിന്നെ പറഞ്ഞിട്ട് നമുക്ക് കാര്യമുണ്ടോ? അപ്പോൾ നമ്മളുടെ ആ പൈപ്പ് ക്വാണ്ടിറ്റി ഏതാണോ, 10 kg പൈപ്പാണ് അവിടെ വേണ്ടത് എന്നുള്ള ഡിസൈൻ അനുസരിച്ച് അതാണ് വേണ്ടതെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ തൽക്കാലം 10 kg പൈപ്പ് തന്നെ ചൂസ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് അവിടെ ഒരു മിനിമം 90 mm പൈപ്പാണ് വേണ്ടത്.
90 ഉണ്ട്, 110 ഉണ്ട്, ഇനി ഒരു 140 ഉണ്ടെന്നിരിക്കട്ടെ, ഒരു 160 ഉണ്ട്. അതിന് മുകളിലേക്ക് തൽക്കാലം നമ്മളിപ്പോൾ HDPയിലോട്ട് പോകുന്നില്ല. ഇനി സപ്പോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഇത്രയും സ്പെക്കിന് നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ നമുക്ക് ആവശ്യമുള്ള പൈപ്പുകളുടെ ക്വാണ്ടിറ്റി നമ്മൾ ചൂസ് ചെയ്തിട്ട് ആദ്യം തന്നെ ചൂസ് ചെയ്ത് ഇങ്ങനെ ഇടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ അതിന്റെ ആ ഒരു ഓർഡറിലൊക്കെ ഒരു ചേഞ്ചസ് ഒക്കെ ഉണ്ടാകാം. ആദ്യം DI ഒരെണ്ണം ചൂസ് ചെയ്തു, 200 DI ചൂസ് ചെയ്തു, തൊട്ട് താഴെ 160 PE പൈപ്പ് ചൂസ് ചെയ്തു, തൊട്ട് താഴെയാണ് നമ്മൾ ആലോചിച്ചത് GI ഒരു ഇത്തിരി വേണം, അങ്ങനെ ചൂസ് ചെയ്തു. അങ്ങനെയല്ല, നമുക്ക് വേണ്ട പൈപ്പിനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം വീണ്ടും, ഒരു എസ്റ്റിമേറ്റ് എപ്പോഴും തയ്യാറാക്കുമ്പോൾ അതിലൊരു ബ്യൂട്ടി ഉണ്ടാവണം. അതും കൂടെ നമ്മൾ കണക്കാക്കുക. അങ്ങനെ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ആഡ് സ്പെക്ക് കൊടുത്തു. സോ ഈ സ്പെക്ക് ഇവിടെ കൃത്യമായിട്ട് ആഡ് ചെയ്തു വന്നു. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസിന്റെ സ്പെക്ക് ഇവിടെ ആഡ് ചെയ്തു വന്നു. അപ്പോ ജോയ് സാറെ എങ്ങനെയാണ്, എപ്പോ വരെ കണ്ടിന്യൂ ചെയ്യണം? ഇനി ഒരു ഇന്ററാക്ഷൻ സെഷൻ ഇവിടെ വേണ്ടേ? അതെ. അപ്പൊ ഇത് തൽക്കാലം ഇവിടെ വെച്ച്, അതെ, ഈ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത സ്പെക്കിന്റെ മെഷർമെന്റ് കൂടെ കയറ്റിയിട്ട് ഇന്ററാക്ഷനിലോട്ട് പോവാം. ഓക്കെ 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 ഓക്കെ. നമുക്ക് 9:15 അവസാനിപ്പിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടോ, നമ്മൾ ചൂസ് ചെയ്ത സ്പെക്ക് എല്ലാം ലെഫ്റ്റ് പാനലിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഏതെങ്കിലും സ്പെക്ക് ചൂസ് ചെയ്യാൻ വിട്ടുപോയെങ്കിൽ റൈറ്റ് പാനൽ അവിടെ തന്നെ കിടപ്പുണ്ട്. റൈറ്റ് പാനലിൽ കയറി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ സ്പെക്ക് നമുക്ക് കയറി വരാം. അതെങ്ങും പോയിട്ടില്ല. അപ്പോ ഞാൻ ആദ്യം എടുത്തു. അപ്പോ ഈ റെഡ് മാർക്ക് കാണിച്ചേക്കുന്ന വേറൊന്നുമല്ല, ഈ സ്പെക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ക്വാണ്ടിഫൈ ചെയ്തിട്ടില്ല, അതിനകത്ത് മെഷർമെന്റ് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ സ്പെക്ക് നമ്മൾ ചൂസ് ചെയ്തു, 200 mm DI ചൂസ് ചെയ്തു. മെഷർമെന്റ് ഹെഡിങ്ങിൽ നമുക്ക് മെഷർമെന്റ് ഹെഡിങ്ങിൽ എങ്ങനെ ഇനി വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എസ്റ്റിമേറ്റിനെ ബ്യൂട്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഓരോ റോഡുകളിലും ഉള്ളത് വെച്ചിട്ട് നമുക്ക് എഴുതാം. എങ്ങനെ? മെഷർമെന്റ് ഹെഡിങ് ഫോർ ലേയിങ് എന്ന് എഴുതി അത് ജനറൽ ആയിട്ട് അങ്ങ് ഇരുന്നോളും. ഇനി അതല്ല, ഫോർ പഞ്ചായത്ത് റോഡ് എന്നുള്ളത് തന്നെ എഴുതണം എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എഴുതാം. എന്നിട്ട് ഐറ്റം ഡിസ്ക്രിപ്ഷൻ ഇവിടെ നമുക്ക് എന്തെഴുതാം? നമുക്കിപ്പോ നോഡ് 11 തൊട്ട് 15 വരെ ആണ് 200 mm DI പൈപ്പ് എന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ തന്നെ എഴുതാം. പക്ഷെ ഇതിന് പിന്നൊരു പ്രശ്നം വരുന്നത് 11 തൊട്ട് 15 വരെ എന്നുള്ളത് നമ്മൾ അന്നേരത്തെ മിസ്റ്റേക്ക് ആയിരുന്നു. അവസാനം സൈറ്റിൽ ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് 15 തൊട്ട് 20 വരെയാണ് 200 mm DI എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒരു മിസ്മാച്ച് ഉണ്ടാവണ്ട. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ ഇതിനെയൊക്കെ ജനറലൈസ് ചെയ്ത് തന്നെ പോകുന്നതാണ് നല്ലത്. ഇത് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ആണ് എന്നുള്ളത്, ട്രാൻസ്മിഷനോ പമ്പിങ്ങോ ആണെങ്കിൽ അങ്ങനെ എഴുതാമായിരുന്നു. ഐറ്റം നമ്പർ 1. ഇനി അതിന് വേണ്ട ലെങ്ത് എത്രയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ എത്ര ലെങ്ത് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു 1240 മീറ്റർ ആണ് വേണ്ടതെന്നിരിക്കട്ടെ. ഇത് ലെങ്ത്തിൽ ഒറ്റ ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. ഇത് പെർ മീറ്ററിലുള്ളതായത് കൊണ്ട് ലെങ്ത് മാത്രം മതി. വിഡ്ത്തും ഹൈറ്റും കോഎഫിഷ്യന്റും ഒന്നും വേണ്ട കണ്ടോ. അപ്പൊ ഇതിന് നമുക്കിവിടെ ഐറ്റം വന്നു. നമ്മൾ ഇതിനെ എന്ത് ചെയ്തു? 1240 മീറ്റർ സേവ് ചെയ്തു. സക്സസ്ഫുള്ളി സേവ്ഡ്. അടുത്തത് അതും ഇതേപോലെ തന്നെ ഫോർ ലൈൻ ആണ്, ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ആണ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ മെയിൻ ആണ്. 250 mm DI. ഐറ്റം നമ്പർ 1 തന്നെ, ലെങ്ത് ഒരു 940 മീറ്റർ കൊടുക്കുന്നു. സേവ് ചെയ്തു. ഇനി തൊട്ട് താഴെ വന്ന് 300 mm DI. അതും ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതും ഡിസ്ട്രിബ്യൂഷൻ മെയിൻ ആണ്. ഐറ്റം നമ്പർ, ലെങ്ത് കൊടുത്തു. സേവ് ചെയ്തു. ഈ ക്വാണ്ടിഫൈ ചെയ്യുന്നതൊക്കെയും നമുക്ക് പ്രൈസ് വഴി ചെയ്യുന്നുവെങ്കിലും ഇതൊക്കെ നമ്മുടെ ഒരു എസ്റ്റിമേഷൻ ക്വാണ്ടിറ്റി, എസ്റ്റിമേറ്റിന്റെ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതിന്റെ ക്വാണ്ടിറ്റി, ലെങ്ത്, വിഡ്ത്ത്, ഡെപ്ത് എന്നുള്ള ക്വാണ്ടിറ്റി രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇനി 350 mm DI, അതും ഫോർ ലേയിങ് ആണ്, ഡിസ്ട്രിബ്യൂഷൻ മെയിൻ ആണ്. കൊടുത്തു.
അപ്പൊ ഇതിന്റെ ഓരോ ഐറ്റത്തിനെ നമുക്ക് ഇതേപോലെ ക്വാണ്ടിഫൈ ചെയ്ത് പോവാം. ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഞാനിപ്പോ ക്വാണ്ടിഫൈ ചെയ്ത് പോകുന്നു, ഓരോന്നും ക്വാണ്ടിഫൈ ചെയ്ത് പോവുകയാണ്. സോ ഈ ക്വാണ്ടിഫൈ ചെയ്ത് പോകുന്നത് പോലെ നമുക്ക് ഈ ഓരോ ഐറ്റത്തിനെയും നമുക്ക് എന്ത് ചെയ്ത് പോവാം, ഇങ്ങനെ ക്വാണ്ടിഫൈ ചെയ്ത് പോവാം. ഈ റെഡിൽ കിടക്കുന്ന ഇതേപോലെ നമ്മളുടെ ക്വാണ്ടിറ്റി എത്രയാണോ അങ്ങനെ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്ത് പോയാൽ മാത്രം മതി. അപ്പോൾ ഈ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഇത് കഴിഞ്ഞു. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസിന് ക്വാണ്ടിഫൈ ചെയ്തു. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസും ഇതിനകത്ത് അടുത്ത സ്പെക്ക് നമ്മുടെ വർക്കിംഗ് ചാർജിലും വരുന്ന സ്പെക്കുകൾ ആദ്യം തന്നെ സ്പെക്കുകൾ ചൂസ് ചെയ്തിട്ട് ഒന്നിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ പണ്ട് പ്രൈസിൽ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു സാധനം ആഡ് ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെയുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഇവിടെ ഇടയിലൊക്കെ പ്ലസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു പ്ലസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്പെക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആ പർട്ടിക്കുലർ സ്പെക്ക് അവിടെ തന്നെ വരും. അതൊക്കെ ഒരു പ്രൈസ് 1 യൂസ് ചെയ്ത് പ്രൈസ് 3ലേക്ക് വന്നവർക്കുള്ള ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല ഗുണങ്ങളാണ്. അപ്പം ഇത്രയുമാണ് നമ്മളുടെ ഒരു പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ചൊന്ന് വൈൻഡപ്പ് ചെയ്യാം. കാര്യം 9:05 ഇതിന്റെ കണ്ടിന്യൂഷൻ അടുത്ത ദിവസം നമുക്ക് വീണ്ടും ബാക്കിയുള്ളതിന്റെ എസ്റ്റിമേഷൻ കൂടെ എങ്ങനെ നടത്തും എന്നുള്ളത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മളെ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്ക് പിന്നെ വരുന്ന ജോലി മെഷർമെന്റ് റെക്കോർഡിംഗ് ആണ്. ഇതിനിടയിലുള്ള പാർട്ട് TS കൊടുക്കുന്നു, വെരിഫിക്കേഷൻ നടത്തുന്നു. അതൊക്കെ അതാത് ഓഫീസുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിപ്പോ നമ്മളുടെ ഒരു ഡിസ്കഷന്റെ പാർട്ടിലോട്ട് വളരെ ഈ കൂടുതലും അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ പങ്കെടുക്കുമ്പോൾ അവർക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് എങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ഒറിജിനേറ്റ് ചെയ്ത് പോകാം, ഇനി ഇത് കഴിഞ്ഞ് വന്നിട്ട് ഒരു വർക്കായി വന്നു കഴിയുമ്പോൾ അതിന്റെ മെഷർമെന്റ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. നമുക്കിപ്പോ തൽക്കാലം ഒരു ഡിസ്കഷനിലോട്ട് എന്തെങ്കിലും ഡൗട്ട് ക്ലിയറൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അതിലേക്ക് നമുക്ക് വിടാം. പുതുതായിട്ട് വന്ന ആളുകൾക്ക് എന്തെങ്കിലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇവിടെ വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ഫ്രീ ആയിട്ട് എന്ത് സംശയം നമ്മളിപ്പം ഇനി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും അതും ചോദിക്കാം. എന്താണോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് വന്നിട്ടുള്ളത് അത് ചോദിക്കാനുള്ള ഒരു സമയമാണ്. ആക്ച്വലി ജോയ് സാർ പറഞ്ഞാൽ ഇതൊരു നോളജ് ഷെയറിംഗ് സെഷനാണ്. അതായത് നമ്മൾ എല്ലാവരും എല്ലാത്തിലും ഒന്നും മാസ്റ്റേഴ്സ് ഒന്നുമല്ല. മാസ്റ്റേഴ്സ് ഒരുപക്ഷെ എന്നെക്കാളും മാസ്റ്റർ ആയിട്ടുള്ള ആളുകൾ ഇതിനകത്ത് പല സബ്ജക്റ്റിലും മാസ്റ്റർ ആയിട്ടുള്ള ആളുകൾ ഈ മീറ്റിങ്ങിലുണ്ട്, ഈ ഇതിലുണ്ട്. നേരത്തെ നമ്മുടെ ഷൈജു സാർ അടക്കം ഉള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ നമ്മുടെ അറിവുകൾ ഷെയർ ചെയ്യാം, നമ്മുടെ തെറ്റുകൾ കറക്റ്റ് ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ. സാർ ഞാൻ ഹരീഷ്, ഞാൻ നെടുങ്കുന്ന ആണ് സാർ. സാർ നമ്മളിവിടെ ഈ മെയിൻ്റനൻസിന് വേണ്ടി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ഒരു നമ്മുടെ പ്രോജക്ട്സിന്റെ ഒരു പ്രൊജക്ട്സ് ആൻഡ് ഓപ്പറേഷൻ തന്ന ഒരു AS ആണ് യൂസ് ചെയ്യുന്നത് എല്ലാത്തിലും കോമൺ ആയിട്ട്. സാർ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ സാർ? ആ ഒരു ASനെ പറ്റി അത് നമുക്ക് ഇലക്ട്രിക്കൽ വർക്ക്സിന് യൂസ് ചെയ്യാൻ പറ്റുമോ ആ AS? യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു മാറ്ററാണ്. മെയിൻ്റനൻസ് വർക്കുകൾക്ക് ആദ്യം തുടങ്ങിയ എല്ലാവരും പ്രൈസ് 3 തുടങ്ങിയപ്പോൾ വന്നിട്ടുള്ള ഒരു പ്രധാന ചോദ്യമായിരുന്നു ഈ മെയിൻ്റനൻസ് വർക്കിന്റെ AS ആര് കൊടുക്കും എന്നുള്ളത്. മെയിൻ്റനൻസ് വർക്കിന്റെ AS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രൊജക്ട്സ് തന്നേക്കുന്ന AS നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് വർക്ക് എന്ന് പറഞ്ഞാൽ ആ വർക്ക് ASനകത്ത് ഉണ്ട്. കാര്യം AS അവിടെ ഇംപ്ലൈഡ് ആണ്. എന്തുകൊണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് മെയിൻ്റനൻസ് വർക്ക് നടത്തുന്നത്? ഒരു പ്രദേശത്ത് കൊടുക്കുന്ന കുടിവെള്ള വിതരണത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം നേരിടുമ്പോൾ ഒന്നുകിൽ പമ്പിന്റെ റിപ്പയർ വേണം, അല്ലെങ്കിൽ അവിടെ ലീക്ക് റെക്ടിഫൈ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ലക്ഷ്യം എന്താണ്? എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്ത് അവിടുത്തെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുക. അതാണ് നമ്മുടെ പ്രൈം ഇമ്പോർട്ടൻസ്. ബാക്കിയൊക്കെ മാറ്റി വെച്ചു. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉള്ളപ്പോൾ തന്നെ എപ്പോഴായാലും അങ്ങനെ ഒരു കുടിവെള്ള വിതരണം നടത്തുക, അവിടുത്തെ കുടിവെള്ള വിതരണത്തിന് തടസ്സമുണ്ടാകാതെ നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഉത്തരവാദിത്വം ആ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, തൊട്ടു മുകളിലുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കൊക്കെയാണ്.
ഇത് വന്നപ്പോ ഈ CE പ്രൊജക്ട്സ് പ്രൈസ് തുടങ്ങിയ സമയത്ത് CE പ്രൊജക്ട്സ് ഇറക്കിയ ഒരു പ്രൊസീഡിങ്സ് ആണ്. യഥാർത്ഥത്തിൽ ഇത് ഓരോ വർഷവും ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ഈ ഒരു പ്രൊസീഡിങ്സ് പുതുക്കി ഇറക്കണം. ഇനി അഥവാ പുതുക്കി ഇറക്കിയില്ലെങ്കിൽ പോലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് ഓരോ ഫിനാൻഷ്യൽ ഇയറിലും അടുത്ത ഒരു വർഷത്തെ മെയിൻ്റനൻസ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദി എമൗണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഇറക്കുന്നതായിട്ടൊരു പ്രൊസീഡിങ്സ് തന്നാൽ മാത്രം മതി. അത് എല്ലാ വർക്കുകൾക്കും ആപ്ലിക്കബിൾ ആക്കാം. കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം ജനത്തിന് കുടിവെള്ളം തടസ്സമില്ലാതെ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ സാർ, അപ്പൊ ഞങ്ങള് പ്രൈസ് 3 അറ്റാച്ച് ചെയ്യുന്നത് നമ്മള് 2021 ഒരു AS അല്ലേ സാർ അറ്റാച്ച് ചെയ്യുന്നത്? അതെ, അതിന് 2021 AS ആണ്. അത് ഓരോ വർഷവും നമ്മൾ റിന്യൂ ചെയ്ത് ഇറക്കേണ്ടതാണ്. അഥവാ ഇറക്കുന്നില്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉത്തരവ് ഇറക്കിയാൽ മതി. അടുത്ത ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള 1/4/2025 മുതൽ 31/3/2026 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള മെയിൻ്റനൻസിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആയിട്ട് വെറും ഒരു ഉത്തരവ് ഇറക്കിയാൽ മതി. ഒരു കടലാസിലെ ഒരു പ്രൊസീഡിങ്സ് ആക്കി ഇറക്കിയാൽ മതി. ആ പ്രൊസീഡിങ്സ് വാലിഡ് തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ തന്നേക്കാണ്. ഇപ്പൊ തൽക്കാലം ഇത് യൂസ് ചെയ്ത് നിങ്ങൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അത് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, വർക്ക് ചെയ്യിക്കുന്നത്. അത് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ ബില്ല് തയ്യാറാക്കുന്നത്, അതിന്റെ CB3 ആണ് ഉണ്ടാക്കുന്നത്, അത് ഫണ്ട് റിക്വസ്റ്റ് വിടുന്നത്, അതിന്റെ പേയ്മെന്റ് കോൺട്രാക്ടർക്ക് കൊടുക്കുന്നത് ഒക്കെ അത് വെച്ചിട്ട് തന്നെയാണ്. കാര്യം അത് നമ്മളുടെ എന്താണ് ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്ന് പറയുന്നത് പോലെയാണ്. അത് നമ്മളുടെ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ സാർ, താങ്ക് യു സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു ഫീഡ്ബാക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഇല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെ മനസ്സിലായി എന്നൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. നമസ്കാരം സാർ. ഇതിന്റെ പറഞ്ഞോളൂ. യെസ് സാർ, എൻ്റെ ഒരു പ്രൊജക്ട്, ഞാൻ KRWSA പ്രൊജക്ട് കമ്മീഷണറായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇതിന്റെ ആക്സസ് ആയിട്ടേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ശേഷം സാറിനെ കോൺടാക്ട് ചെയ്യാം. ഗ്രൂപ്പ് ഉണ്ടല്ലോ. വെൽക്കം. താങ്ക് യു സാർ. നമ്മുടെ ക്ലാസ് ഇതിപ്പോ നമുക്ക് ഇത് ഒരിക്കലും പ്രൈസിന്റെ ഈ ക്ലാസ് നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ക്ലാസ് കൊണ്ടോ തീരുന്നതല്ല. കണ്ടിന്യൂഷൻ ആയിട്ട് പോകേണ്ടതാ. ഇന്നിപ്പോ നമ്മൾ എസ്റ്റിമേഷനിൽ ക്വാണ്ടിറ്റിഫൈ ചെയ്യുന്നവരെ ആയുള്ളൂ. അത് ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെഷർമെന്റ് എങ്ങനെ എൻ്റർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നത് ഈ മെഷർമെന്റ് എൻ്റർ ചെയ്യുന്നതിനെ ഒക്കെ സംബന്ധിച്ച് മെഷർമെന്റ് റിവൈസ് എസ്റ്റിമേറ്റ് ഒക്കെയാണ് നമ്മളുടെ ഒരു പ്രധാന ഡൗട്ട്. അതുകൊണ്ട് അതെല്ലാം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. അതുകൊണ്ട് ഓരോ ആഴ്ചയും നമുക്ക് ഈ ക്ലാസ്സുകൾ ഇങ്ങനെ ഒരു സീരിയലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തേക്കാണ്. പരമാവധി എല്ലാ ക്ലാസ്സുകളിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും എന്നുള്ളതാണ് അതുമായിട്ട് സംബന്ധിച്ച് പറയുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റ് സംശയങ്ങളൊന്നുമില്ല. 9:15 നമുക്ക് സമയം എന്തായാലും കൃത്യമായിട്ട് പാലിക്കണം. ഒരു മണിക്കൂർ കൂടുതൽ നമ്മൾ എന്തായാലും നിങ്ങളുടെ സമയം അപഹരിക്കരുത് എന്നൊരു തീരുമാനം നമുക്കുണ്ട്. ഇന്ന് 8 മണിക്കാണ് വച്ചിരുന്നതെങ്കിലും 8:10 കഴിഞ്ഞു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ 9:10 വരെ പോയത്. ക്ഷമിക്കുക. നമുക്ക് 45 മിനിറ്റ് കൊണ്ട് തീർക്കാൻ നല്ല സെഷൻ ആയിരുന്നെങ്കിൽ അങ്ങനെ തീർത്തേനെ. എന്തായാലും ഇത് കുറച്ചുകൂടെ സമയം വേണ്ടതുള്ളതുകൊണ്ടാണ് 1 മണിക്കൂർ ആക്കിയിട്ടുള്ളത്. അടുത്ത സെഷനും ഇതുപോലെ കൃത്യമായിട്ട് നമ്മൾ സമയം പറയുന്ന സമയത്ത് തന്നെ ആരംഭിച്ച് 1 മണിക്കൂറിനകത്ത് തീർക്കുന്ന രൂപത്തിലായിരിക്കും. ആ കാര്യങ്ങൾ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യാം. ഇനി ആരെങ്കിലും ഗ്രൂപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ലിങ്ക് മെസ്സേജായിട്ട് ഇതിലിടാം. ലിങ്ക് വഴി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ക്ലാസ് അവസാനിച്ചു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സാർ.